بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمسط له حجب الجلال تبطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ബഹുമാനമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഹാനരായ തേനൂലിർ പാപ്പയുടെ ഉറൂസ് മുബാറക്കിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജകൾ ഉത്തരോത്തരം ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ സഹായവും ഹിഫ്ളും ഹിമായത്തും കാവലും നൽകപ്പെടുന്നവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാരഥന്മാരുടെ മാർഗത്തിലായി ജീവിച്ച് നല്ല നിലയിൽ മരണപ്പെട്ട് അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട സർവരെയും ദുആ കൊണ്ടറിയിച്ചവരെയും ദുആ ചെയ്യാൻ കടപ്പെട്ടവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സമയം വൈകിയതുകൊണ്ട് വലിയൊരു വഅദ് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കൂല. അല്പം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. മുസ്ലിങ്ങളായ നാം ജീവിക്കുന്ന
ഈ അവസരങ്ങൾ നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരും സഹോദരന്മാരും സഹോദരിമാരും അടങ്ങുന്ന സൗഹൃദ വൃന്ദം പലപ്പോഴും ഇസ്ലാമിൽ നിന്ന്, ഈമാനിൽ നിന്ന്, തഖ്വയിൽ നിന്ന്, ഇഖ്ലാസിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുദിനം മുസ്ലിമിന് പുരോഗതി വർദ്ധിക്കും തോറും, പുരോഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക ജീവിതത്തിലെ പുരോഗതി, കൂടിക്കൂടി വരും തോറും നന്മയിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഒരു നിഅമത്ത്, ഒരു പുരോഗതി അല്ലാഹു തആല ഏറ്റി തരുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ശുക്റുള്ളവരായി, തഖ്വയും ഇഖ്ലാസും വർദ്ധിപ്പിക്കുന്ന, സൂക്ഷിക്കുന്ന ആളുകളായി മാറേണ്ടവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. തീരെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എത്രമാത്രം നന്മയിലും തഖ്വയിലും മുഴുകി മുന്നോട്ട് ഗമിച്ചിരുന്നോ, കുതിച്ചിരുന്നോ, അവരുടെ അതേ സ്റ്റേജിൽ ജീവിക്കുന്ന നമ്മൾ അവരെക്കാളും വലിയ പുരോഗതി അല്ലാഹു നമുക്ക് നൽകിയപ്പോ നന്മയിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ചു, ഇനിയും വർദ്ധിക്കും. വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല ഇഖ്ലാസും തഖ്വയുള്ള വിഭാഗം ആളുകൾ അടിയുറച്ചു നിൽക്കും. അവർ കുറച്ച് ആളുകൾ ഉണ്ടാവും, കുറഞ്ഞ ആളുകൾ, വിരലിൽ എണ്ണാവുന്ന അത്രയും ആളുകൾ ഉണ്ടാവും. കുറച്ചു കാലം മുമ്പ് ഇത്രയും നല്ല ഒരു പള്ളി ഇവിടെ ഉണ്ടാവില്ല. അത് പുതുക്കിയതല്ലേ? പുതുക്കിയതാണ്. പക്ഷെ ആ പഴയ പള്ളി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സുബ്ഹി ജമാഅത്തിന്റെ ആളുകൾ ഇപ്പൊ ഉണ്ടാകൂല. അന്ന് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഓടിട്ടതും ഓലമേഞ്ഞതുമായ കുറെ വീടുകൾ കാണാമായിരുന്നു. ഇപ്പൊ ജീവിക്കാൻ നല്ല അന്തസ്സുള്ള വീടും മുറ്റത്ത് ആര് കണ്ടാലും ഹൈ എന്ന് തോന്നിക്കുന്ന ഹൈ ലെവൽ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അവനാം ആവശ്യങ്ങൾക്ക് മാത്രം ചലിക്കുന്നതായി മാറി. ഒരു5 കാശിന് വകുപ്പില്ലാതെ ജീവിച്ച ജീവിതം തുടങ്ങി വെച്ച സ്വഹാബിമാർ മദീനയിലെത്തുമ്പോ ഒരു ദിർഹം പോലും കയ്യിലില്ലാത്തവർ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ അങ്ങ് വർഷിപ്പിച്ചപ്പോൾ അവർ അല്ലാഹുവിന്റെ ത്വഅത്ത് വർദ്ധിപ്പിച്ചു. അല്ലാഹു തആല അവർക്ക് എത്രയാണോ നൽകിയത് അതിന് കയ്യും കണക്കുമില്ലാത്ത വിധം ദീനിനെ സഹായിച്ചു. തഖ്വയിൽ അധിഷ്ഠിതമായി വളരെ മുൻപന്തിയിൽ അവർ ഉയർന്നു. മദീനയിൽ വന്നപ്പോ ഒരു വാഹനം പോലും ഇല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ഒറ്റ വാഹനമില്ല, താമസിക്കാൻ വീടില്ല, ഒന്നുമില്ല. ധരിച്ച ആ ഒരു വസ്ത്രം മാത്രമുണ്ട്. മഹാനവർകൾക്ക് കൂടെ ഒരു സുഹൃത്തായി, സഹോദരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് കൊടുത്ത, സാഹോദര്യം സ്ഥാപിച്ച സ്വഹാബി വര്യനാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു റബീഅ് റളിയല്ലാഹു അൻഹു. അൻസാരിയായ സ്വഹാബിയാണ്, മദീന നിവാസി. മഹാനവർകൾ മദീന മാർക്കറ്റിൽ നല്ല കച്ചവടം നടത്തുന്ന ഒരു സ്വഹാബിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ സഹോദരനായി കിട്ടിയപ്പോ വീട്ടിൽ കൊണ്ടുപോയപ്പോ ഈമാനികമായുള്ള ആ ഒരു സുഹൃത്തിനെ കിട്ടി എന്ന സന്തോഷം കൊണ്ട്
മദീന സൂക്കിൽ കട നടത്തുന്ന സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ, നിങ്ങൾ ഭയപ്പെടണ്ട, പേടിക്കണ്ട. ജീവിത മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒട്ടും വിഷമം വേണ്ട. മദീന സൂക്കിൽ എനിക്ക് നല്ല ഒരു കടയുണ്ട്, കച്ചവട സ്ഥാപനം ഉണ്ട്. ഞാൻ നിങ്ങൾക്കത് പകുതിയായി ഭാഗിച്ചു തരാം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ഒരു ഈമാനികമായ ഒരു സഹകരണം. ഈമാനികമായി കിട്ടിയ ഒരു സഹോദരന്, ഒരു സുഹൃത്തിന് ഈമാനും കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. എനിക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗഹൃദം കൂട്ടിത്തന്ന ഒരു സഹോദരൻ എന്ന നിലക്ക് എന്റെ സ്ഥാപനം പകുതി ഞാൻ നിങ്ങൾക്ക് ഭാഗിച്ചു തരാം. ഒന്നും എനിക്ക് തരണ്ട, നിങ്ങൾ കച്ചവടം ചെയ്ത് ജീവിതം വികസിപ്പിക്കണം, ജീവിതത്തിന്റെ വഴികളൊക്കെ റെഡിയാക്കണം. അതൊരു പക്ഷേ പലരും ചിന്തിച്ചേക്കും അങ്ങനൊക്കെ കൊടുക്കാമല്ലോ എന്ന്. എന്നാൽ അത് മാത്രമല്ല, മഹാനവറുകൾ പറയുന്നത്, എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്ത് സ്വന്തം ഇണയാക്കിക്കൊണ്ടു നടക്കാം. സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന വർത്തമാനം കേട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ തന്നെ നടത്തിക്കൊള്ളുക. എനിക്കൊരു 20 ദീനാർ നിങ്ങൾ കടം തരുമോ? കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പഠിപ്പിച്ചു തരുമോ? കച്ചവടം ചെയ്തിട്ട് പുരോഗതി ലഭിക്കുമ്പോ ആദ്യം എന്റെ കയ്യിൽ വരുന്ന ലാഭവിഹിതത്തിൽ നിന്ന് നിങ്ങളുടെ കടബാധ്യത ഞാൻ വീട്ടിത്തരും. പിന്നീട് സ്വസ്ഥമായി സ്വന്തമായി ഞാൻ കച്ചവടം ചെയ്ത് ജീവിച്ചു കൊള്ളാം. ആ മഹാനുഭാവനായ സ്വഹാബി വര്യൻ 20 ദീനാർ കടം കൊടുക്കുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒന്നും ഇല്ലാതെ മക്ക വന്ന സ്വഹാബി കച്ചവടം ചെയ്ത് ആരംഭിച്ചു. 1 മാസമാകുമ്പോഴേക്ക് വരുമാനം കൂടുതലായി കിട്ടിയപ്പോൾ 20 ദീനാർ കടം വീട്ടി. തന്റെ സുഹൃത്തിന്റെ കടം വീട്ടി വീണ്ടും കച്ചവടവുമായി മുന്നോട്ട് പോകുന്നു. ആ കച്ചവടം വർദ്ധിച്ച് എവിടെ എത്തിയെന്നറിയാമോ? 500-600 ഒട്ടകങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചരക്ക് വന്ന് ഗോഡൌണിൽ വരിവരിയായി നിർത്തിയിട്ട് ചരക്ക് ഇറക്കി വെക്കുന്ന വലിയ സമ്പന്നനായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തിനു ശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിന് വീണ്ടും വികസനമുണ്ടായി. അപ്പോഴും മഹാനവർകൾ എന്നും നേരത്തെ പാലിച്ചിരുന്ന ജുമുഅയോ ജമാഅത്തോ ദീനിയായ ഖിദ്മത്തുകളോ ഒന്നും തന്നെ ജീവിതത്തിൽ ചുരുക്കിയില്ല. എത്രത്തോളം എന്നറിയുമോ സഹോദരങ്ങളെ, സഹോദരിമാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് കിട്ടിയിരുന്ന ലാഭവിഹിതത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എന്നാണോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്, അന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. തങ്ങളെ വഫാത്തിന് ശേഷവും ആ പതിവ് തെറ്റിച്ചില്ല. ഓരോ ആഴ്ചയും കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്ന് 1000 ദീനാർ അല്ലെങ്കിൽ 2000 ദീനാർ ആ വീട്ടുമുറ്റത്ത് വീട്ടുപടിക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, ഉമ്മാ, ഇത് ഇക്കഴിഞ്ഞ ആഴ്ച കിട്ടിയ കച്ചവടത്തിന്റെ ലാഭവിഹിതമാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു വാഹനം പോലും ഇല്ലാതെ മദീനയിലൂടെ ജീവിച്ച് നടന്നിരുന്ന സ്വഹാബിയാണ്. നല്ല പുള്ളിങ്ങുള്ള വാഹനം അല്ലാഹു തആല മഹാനവർകൾക്ക് സാമ്പത്തിക വികസനത്തിലൂടെ കൊടുത്തപ്പോ വാഹനമില്ലാത്തൊരു പാവപ്പെട്ട സ്വഹാബി, ഒരു അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ ബേസിക്കൽ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ ആ മനുഷ്യന്റെ പച്ചപ്പാവം അവസ്ഥ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ശക്തമായി വേദനിച്ചു.
മുഖത്തിന്റെ വേദന മനസ്സിലാക്കിയ സ്വഹാബിമാര് അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ട വസ്തുവകകൾ ഓരോരുത്തർ ഓരോന്നായി കൊണ്ടുവന്നു. ചിലര് വസ്ത്രങ്ങൾ കൊണ്ടുവന്നു, ചിലര് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നു, ധരിക്കാനുള്ള ചെരുപ്പ് മറ്റൊരാൾ കൊണ്ടുവന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പക്കൽ ഒരു വാഹനം ഉണ്ട്, നല്ല പുള്ളിങ്ങുള്ള വാഹനമാണ്. ഇന്നത് മാർക്കറ്റ് വില നോക്കുകയാണെങ്കിൽ ആ വിലയിൽ ഒരു വാഹനം ഓടിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ കുറവാണ് നബിയെ. എന്റെ വാഹനം ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കാം. ആ വാഹനം അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈ ഒരു വാഹനത്തിന് പകരം നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുന്ന ഒരൊറ്റ വാഹനത്തിന് പകരം നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങൾക്കൊരു വാഹനം തരും. നിങ്ങൾ ആ വാഹനത്തിന്റെ മുകളിൽ ഏറിയിട്ട് മഹ്ശറിലൂടെ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ യഗ്ബിതുക ബിഹാ കുല്ലു മൻ റആക, നിങ്ങളെ കാണുന്നവരൊക്കെ കൊതിക്കും, ഒരു വാഹനം അങ്ങനെ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. സിറാത്തിന്റെ മുകളിലൂടെ ഒന്ന് പറക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. നാളെ അവിടെ കിട്ടുന്ന വാഹനം സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയി കൊടുക്കുന്ന വാഹനം. അതിന്റെ സ്പീഡൊന്നും ഇവിടെ പറയാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. അത് ഇവിടെ നമ്മളെ നാട്ടില് നമ്മൾ കാണുന്നതും നമ്മൾ സങ്കല്പിക്കുന്നതായ ഒരു വാഹനമല്ല. ക്ഷീണം ബാധിക്കൂല, സൗന്ദര്യത്തിനൊരു കുറവുമില്ല. മുകളിൽ ഇരിക്കുന്ന ആ പച്ച പരവതാനിക്ക് നല്ല സ്മൂത്താണ്, എത്ര ഇരുന്നാലും വിയർക്കാത്ത നല്ല സീറ്റാണ്. ആര് കണ്ടാലും ഒന്ന് വാങ്ങണം, ഒന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെയുള്ളൊരു വാഹനം. എന്തിനാ ഞാനിത് പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾ? അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ ജീവിച്ചു വന്ന ഈ സ്വഹാബി വര്യൻ. പുരോഗതികൾ അല്ലാഹു തആല കൂടുതൽ ഇങ്ങനെ കൊടുക്കുമ്പോ, വർധനവിനിങ്ങനെ കൊടുക്കുമ്പോ അവർ ഈമാനും തഖ്വയും വർദ്ധിക്കുകയാണ്. മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല ഖുർആനിലൂടെ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെയല്ലേ? ജീവിതത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളും മാറ്റം വരുത്തണം. എന്ത് മാറ്റം? പുരോഗതി ഈമാനിലും തഖ്വയിലും കൂടുതൽ കൂടുതൽ വരണം. സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുമ്പോൾ തകർച്ചയിലേക്ക് പോകരുത്, അധപ്പതനത്തിന്റെ ആഴിയിലേക്ക് പോകരുത്. അല്ലാഹു തന്ന സൗകര്യങ്ങൾ മറന്നു പോകരുത്. പടച്ച റബ്ബ് തന്ന സൗകര്യങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് തഖ്വ വർദ്ധിപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ്. എത്ര സംവിധാനങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ടോ, നമുക്ക് അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ് ഉണ്ടാക്കേണ്ടത്. സുഖിക്കാനുള്ള മാർഗങ്ങളല്ല വർദ്ധിപ്പിക്കേണ്ടത്. റബ്ബിലേക്ക് അടുക്കാൻ എനിക്ക് അല്ലാഹു തആല എന്തെല്ലാം മാർഗങ്ങൾ തന്നു, ആ മാർഗങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണെന്ന് കരുതി കൂടുതൽ കൂടുതൽ തഖ്വയുടെ വഴികളിലായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ മുത്തഖീങ്ങൾക്കുള്ള അടയാളങ്ങൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സ്വീകരിക്കണം. ഇമാം അൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരില്ലല്ലോ. താബിഉകളിൽ വലിയ പണ്ഡിതനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലി അഹ്ലി തഖ്വാ അലാമാത്ത്, തഖ്വയുടെ ആളുകൾക്ക് ചില അടയാളങ്ങളുണ്ട്. യുറഫൂന ബിഹാ, ആ അടയാളങ്ങളെ കൊണ്ടവരെ തിരിച്ചറിയപ്പെടും. ആ അടയാളങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ദ്വാരക്കുന്നതോടൊപ്പം നമ്മളെ മനസ്സിൽ നിന്ന് ഒരു സന്നദ്ധത വേണം. എനിക്ക് അടയാളങ്ങളൊക്കെ ഉണ്ടാകണം. ഇല്ലാത്തതോ ഇല്ലാത്തത് ഉണ്ടാക്കണം. പരിശ്രമിക്കേണ്ടി വരും, നല്ലോണം പരിശ്രമിക്കേണ്ടി വരും. കഠിനാധ്വാനം നല്ലോണം വേണ്ടി വരും. ചിലതൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടി വരും, ഇതൊക്കെ വേണ്ടി വരും. അല്ലാതെ പെട്ടെന്ന് കിട്ടുന്ന അടയാളങ്ങളൊന്നുമല്ല. പക്ഷെ പരിശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തഖീങ്ങളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്ന് പറഞ്ഞ് മഹാനവറുകൾ ആദ്യം എണ്ണുന്നത് സിദ്ഖുൽ ഹദീസ്. അവരുടെ സംസാരം സത്യമായിരിക്കും, സത്യമായതേ അവർ പറയൂ. എത്ര
എത്ര വലിയ വിഷയമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും സത്യമായ വർത്തമാനങ്ങളെ അവരിൽ നിന്നുണ്ടാകൂ. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണെങ്കിലും ശരി സത്യമേ പറയൂ. നമുക്ക് അനുകൂലമല്ലാത്ത ഒരു കാര്യമാണ് മുന്നിൽ വന്നതെങ്കിലും സത്യമേ പറയൂ. അതിനെതിരായി പറയാൻ അവർക്ക് കഴിയില്ല. എത്ര പ്രലോഭനങ്ങൾ നടത്തിയാലും സത്യം മാത്രമേ പറയൂ. സിദ്ഖുൽ ഹദീസ് വലിയ ഒരു കഴിവാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ആരെക്കുറിച്ച് ചോദിച്ചാലും പറയുന്നത് സത്യമാകണം. പ്രത്യേകിച്ച് കുടുംബക്കാരെ കുറിച്ച് ചോദിക്കുമ്പോഴും സത്യം മാത്രമേ പറയാവൂ. കുടുംബക്കാരോട് പറയുമ്പോഴും സത്യം മാത്രമേ പറയാവൂ. സ്വന്തം ബന്ധത്തിൽപ്പെട്ട ആളാണ് കടം ചോദിക്കുന്നതെങ്കിലും സത്യം പറയാവൂ. പിന്നത് ചോദിക്കാൻ പ്രയാസാന്ന് എഴുതിയിട്ട് ഇല്ലാന്ന് പറയരുത്, ഇല്ലാന്ന് പറയരുത്. നിങ്ങൾ പറയാതെ തുറന്നു പറഞ്ഞോളി. എനിക്ക് ആവശ്യമുണ്ട്, കടം വേണമെങ്കിൽ ഞാൻ 10 ലക്ഷം 10,000 1 ലക്ഷമൊക്കെ തരാം. പക്ഷെ 2-3 മാസം കഴിഞ്ഞ് എനിക്ക് ആവശ്യമുണ്ടാവും, അപ്പൊ തിരിച്ചു തരണം പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെയാണ് ചോദിക്കാം? അപ്പൊ അതിനേക്കാളും നല്ലത് എന്താണ്? ഇല്ലാന്ന് പറയല. അത് കളവാ, അത് കളവാണ്. അത് മുത്തഖീങ്ങൾക്ക് പറ്റൂല. കളവ് അത് മുനാഫിഖിന്റെ അടയാളാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവർക്കാണല്ലോ ആ അടയാളം പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ പോലും കളവ് പറയാൻ മടിയില്ലാത്ത വിഭാഗമാണ് മുനാഫിഖുകൾ. അതുകൊണ്ടല്ലേ അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്, എന്തിനാ നബിയെ അവരെ വാക്ക് പെട്ടെന്ന് തങ്ങൾ സ്വീകരിച്ചു പോയത്? അവരെ വാക്ക് പെട്ടെന്ന് തങ്ങൾ സ്വീകരിച്ചു പോയത് എന്തിനാണ്? ലിമാ അദിൻതലഹും ഹത്താ യതബയ്യന ലക്കല്ലദീന സ്വദഖൂ വതഅലമൽ കാദിബീൻ. തങ്ങൾ ഇങ്ങനെ ഒരു കാരണം വന്ന് പറഞ്ഞപ്പോ ശരി 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 എന്ന് പറഞ്ഞ് അവർക്കൊക്കെ അനുവാദം കൊടുത്തത് എന്തിനാണ്? കുറച്ചു നേരം തങ്ങൾക്ക് കാത്തു നിൽക്കാമായിരുന്നു. അപ്പോൾ അറിയാം സത്യം പറഞ്ഞവരാരാണ്, കള്ളം പറഞ്ഞവരാരാണ്. ഈമാനുള്ള ആൾക്കാർ അങ്ങനെ പറയൂല നബിയെ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ആൾക്കാർ ഒരിക്കലും കളവ് പറയൂല. അവര് സത്യമേ പറയൂ. എത്ര ആക്ഷൻ അതിന്റെ പിന്നിൽ വന്നാലും അവർ സത്യമേ പറയും. കുടുംബക്കാരെ പറ്റി പറയുമ്പോഴും സത്യം പറയണം, സത്യം പറയണം. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാകും. എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാണ്. നമ്മളെ സ്വന്തം സഹോദരന്റെ വീട്ടിൽ കല്യാണപ്രായം എത്തിയ ഒരു പെണ്ണ് അവിടെയുണ്ട്. നമ്മളെ വീട്ടിലുണ്ട് അതേ പ്രായത്തോട് പ്രായമൊത്തൊരു പെണ്ണ്. നമ്മുടെ സഹോദരൻ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്, അല്ലെങ്കിൽ അനുജ സഹോദരനാണ്, അനിയനാണ്. രണ്ടാണെങ്കിലും സഹോദരനല്ലേ. ആദ്യം അന്വേഷണം വന്നത് അവിടത്തേക്കാണെന്ന് കരുതിയിട്ട് ഇല്ലാത്തത് പറഞ്ഞു മുടക്കരുത്. സത്യമേ പറയാവൂ. സത്യമല്ലാതെ തോന്നിപ്പിക്കുന്നൊരു വാക്കും പറയരുത്. നിന്റെ വക്കലുള്ള നിന്റെ മകൾക്കും ഇണയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അവർക്കും ഇണയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. വഇദാ ഖുൽതും ഫഅദിലൂ വലൗ കാന ദാ ഖുർബാ. മുഅ്മിനീങ്ങളോട് കുറെ വസിയത്തുകൾ അല്ലാഹു തആല പറഞ്ഞപ്പോൾ കൂട്ടത്തിലൊരു വസിയത്താണ്, എന്ത് പറയാണെങ്കിലും നേര് പറയണട്ടോ. വലൗ കാന ദാ ഖുർബാ, കുടുംബക്കാരെ പറ്റിയാണെങ്കിൽ പോലും. എന്തിനാ അല്ലാഹു തആല അങ്ങനെ ഒന്ന് പറഞ്ഞത്? കുടുംബക്കാരെ പറ്റിയാണെങ്കിൽ പോലും നേരെ പറയാവൂ. നമുക്ക് അനുകൂലമായി കിട്ടാൻ ഒരു പക്ഷേ നേരല്ലാത്തത് പറഞ്ഞു എന്ന് വരും. അങ്ങനെ പറയരുത്, നേരെ പറയാവൂ. ശരിയല്ലാത്ത ഒരു വാക്ക്, ശരിയല്ലാത്ത ഒരു പ്രയോഗം പ്രയോഗിക്കുമ്പോഴേക്കത് തിരുത്തുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പറഞ്ഞത് ശരിയല്ല, അതുകൊണ്ട് തിരുത്തണം. ശരിയേ പറയാം, സിദ്ഖേ പറയാം. സത്യം പറഞ്ഞോളൂ, ഒരാളും കുടുങ്ങൂല. ഇന്ന സിദ്ഖ തുമഇനീന. സിദ്ഖ് അതൊരു ശാന്തിയാണ്, സമാധാനമാണ്. ഖൽബിന് സമാധാനം ഉണ്ടാകും സത്യം പറഞ്ഞാൽ. കള്ളം പറഞ്ഞാലോ അതൊരു സംശയിപ്പിക്കുന്ന കാര്യല്ലേ. പിന്നെ നിന്നെ എല്ലാ വിഷയത്തിലും ആളുകൾക്ക് സംശയമായിരിക്കും. ഒരു കളവ് നിന്നിൽ നിന്ന് പിടികൂടപ്പെട്ടാൽ വാക്കിൽ അയാളെ പറഞ്ഞത് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? മുമ്പൊരിക്കൽ പറഞ്ഞത് ശരിയായിട്ടില്ല കളവ്,
ഇപ്പറഞ്ഞത് ശരിയാവോ? ഒറ്റ കളവ് ആളുകൾക്ക് ബോധ്യപ്പെട്ടാൽ മതി, പിന്നെ പറഞ്ഞൊക്കെ അങ്ങനെ ഉണ്ടാകുക. എത്രമാത്രം സിദ്ഖ് വേണം, എത്രമാത്രം സത്യം സൂക്ഷിക്കണം മുത്തഖീങ്ങളാകാൻ. വല്ലാതെ സൂക്ഷിക്കണം. തഖ്വയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് സിദ്ഖുൽ ഹദീസ്. മുത്തഖീങ്ങളാകാൻ, മുത്തഖിയാകാൻ ഉമ്മമാരെ സത്യം പറയണം. മക്കളോട് പറയുമ്പോഴും സത്യം മാത്രം പറയണം. വാഗ്ദാനങ്ങൾ നടത്തുമ്പോഴും സത്യം മാത്രം പറയണം. സത്യമല്ലാത്ത വർത്തമാനം പറയരുത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ബാപ്പയും ഉമ്മയും കളവ് പറയുമ്പോ അത് പഠിക്കുന്നവരാണ് മക്കൾ. അവര് സ്വാഭാവികമായും വലിയ കളവ് പറയുന്നവരായി പിന്നീട് വളരും. അതേ മൂത്ത ആളുകൾ അത് ശീലിക്കുമ്പോ അത് കണ്ടു പഠിക്കുന്ന ആളുകൾ അത് ഏറ്റുപറയും. അതേ സമയത്ത് അവർ സത്യം പറഞ്ഞ് ശീലിക്കുന്ന ആളുകളാണെങ്കിൽ അതേ സത്യസന്ധമായ സ്വഭാവം തൊട്ടടുത്ത ആളുകളിലും ഉണ്ടാകും. കുടുംബക്കാരിലും കൂട്ടുകാരിലും മക്കളിലും പേരമക്കളിലും ഒക്കെ ഉണ്ടാകും. ആ ആർജവത്വമുള്ള സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് സിദ്ഖുൽ ഹദീസ് ഒരു ചെറിയ അടയാളമല്ല, വലിയ അടയാളമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും നല്ലവനാണെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു അടയാളവും കൂടിയാണ്. സത്യം പറയുന്ന മനുഷ്യൻ ഒരുപാട് നന്മ അവന്റെ ജീവിതത്തിൽ സംഭരിക്കാൻ കഴിയും. ഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന. സത്യം സ്വർഗത്തിലേക്ക് നയിക്കും. സത്യം പറയുന്ന മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾ നന്നതായി തീരും. അവന്റെ രഹസ്യവും പരസ്യവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തീരും. ഏത് സമയത്തും അവൻ സത്യം പറയുന്നവനായതുകൊണ്ട് ജീവിതം സൂക്ഷിക്കാൻ വലിയ തയ്യാറെടുപ്പ് അവന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വ ഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന. ഗുണം ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ചേർക്കും. അതേ സത്യം പറഞ്ഞ് പറഞ്ഞ് വലിയൊരു പദവി അല്ലാഹു അവന് കൊടുക്കുന്നുണ്ട്. ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖാ. അല്ലാഹുവിന്റെ അടുക്കൽ അവന് സിദ്ദീഖായിട്ട് എഴുതപ്പെടും. സിദ്ദീഖ് വലിയ സ്ഥാനം ഉള്ള മഹാന്മാരുടെ ഒരു ദർജയാണ്. നമ്മൾ ഖുർആനിൽ ഓതുമ്പോ സിദ്ദീഖീങ്ങൾ എന്നൊരു വിഭാഗത്തെ പ്രത്യേകം ഓതാറുണ്ടല്ലോ. ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ സിദ്ദീഖീങ്ങളെ കൂട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആൾക്ക്. കളവ് പറയരുത്. വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും കളവ് പറയരുത്. ഉപ്പമാരോടൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പൊ സ്കൂളിലൊക്കെ ചേർത്തു, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ് വരും. എന്താ കാർഡിന്റെ പേര് പറഞ്ഞൂടാ? ഒരു കാർഡ്. ആ കാർഡിന് സ്കോളർഷിപ്പ് കിട്ടാനുള്ള കാർഡാണ്. ശരിക്കും ശ്രദ്ധിച്ചോളേ, സ്കോളർഷിപ്പിന് വേണ്ടിയാണെങ്കിലും കളവ് പറയരുത്. സ്കോളർഷിപ്പിന് ഒരു നിയമമുണ്ട്. ഇത്ര വരുമാനം ഉള്ള ആളുകൾക്കേ ഉള്ളൂ. അല്ലാഹു തആല തന്നത് എന്തിനാ നമ്മൾ കുറക്കുന്നത്? ചില ആളുകൾ ഇങ്ങോട്ട് കിട്ടാൻ ആണ് വകുപ്പെങ്കിൽ അവിടെ എന്തും പറയാന്നാണ് ചില ആൾക്കാരല്ലേ അല്ലേ? കാർഡുമ്മല്, റേഷൻ കാർഡുമ്മല് കൂടുതൽ അരി കിട്ടുന്ന കാർഡാണ് നമുക്ക് കിട്ടേണ്ടതെന്നാണ് പലർക്കും മോഹം. അയാൾക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല. എന്നിട്ട് അവിടെ പൂരിപ്പിച്ചു കൊടുക്കുന്ന ഫോമിലും മറ്റുമൊക്കെ എഴുതുന്നു വാർഷിക വരുമാനം 3000. എത്ര പൂജ കുറച്ച്? നിനക്ക് കിട്ടുന്ന വാർഷിക വരുമാനത്തിൽ എത്ര പൂജ്യം കുറച്ച കളവാ നീ പറഞ്ഞത്? ചെറുതല്ല, വലിയ കളവാണത്. 3 ലക്ഷം വരുമാനമുള്ള ആൾ എത്ര പൂജ കുറച്ച്? 3000 എഴുതുമ്പോ ചെറുതാ. 3000ഉം 3 ലക്ഷവും തമ്മിൽ കൂട്ടി നോക്കുമ്പോ എത്ര വലുതുണ്ട്? ബാക്കിയൊക്കെ അയാൾ തിരുത്തിയില്ലേ? 2,97,000 അയാൾ കളവ് പറഞ്ഞു. ചെറിയ കളവൊന്നുമല്ല. 3000 വാർഷിക വരുമാനം എഴുതി വെക്കും. അയാൾക്ക് വാർഷിക വരുമാനം 3000 ഒന്നും അല്ല, 3 ലക്ഷം ഉണ്ട്. അതാർക്കറിയാം? നാട്ടില് പലർക്കും അറിയാം. അയാൾ ഓരോ സീസണിൽ കൊണ്ടുപോയി വിൽക്കുന്നത്, അടക്കന്റെ സമയമാകുമ്പോൾ കൊണ്ടുപോയി അടക്ക വിൽക്കുന്നതും, അയാളെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളും ബാക്കി വേറെ കുറെ വകുപ്പിൽ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ കൂട്ടി നോക്കുമ്പോ
ഉപ്പാന്റെ കയ്യിലെത്തുന്ന വാർഷിക വരുമാനം 3 ലക്ഷം. ഇവിടെ എഴുതി കൊടുത്തത് എന്താ? 3000. കാരണം ഈ കിട്ടുന്നിടത്ത ആള് ഫക്കീറാണ്. കൊടുക്കുന്നിടത്തല്ല, കിട്ടുന്നിടത്തും ആള് ഫക്കീറാണ്. പാടില്ല സഹോദരങ്ങളെ. നമുക്ക് അല്ലാഹു തആല തന്ന ഈ നിയമത്ത് മറച്ചു വെച്ചിട്ട് എന്തിനാ എഴുതുന്നത്? അപ്പൊ കുട്ടിക്ക് സ്കോളർഷിപ്പിനാണെങ്കിൽ ഇത്ര വരുമാനം എഴുതണം. അതില് വേണ്ട, അർഹത ഉള്ളവർ മാത്രം വാങ്ങിക്കോട്ടെ. അതിന് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. എന്തിനാ ബുദ്ധിമുട്ട്? അർഹത ഉള്ളവർക്കുള്ളതല്ലേ, അവര് വാങ്ങിക്കോട്ടെ. നമുക്ക് അല്ലാഹു തആല ഒരു ഉയർന്ന സ്റ്റേജാ തന്നെങ്കിൽ അൽഹംദുലില്ലാ എന്ന് എത്ര പറഞ്ഞാലും മതിയാക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹ് എന്ന നിഅമത്തല്ലേ, എന്തിനാണ് മറച്ചു വെക്കുന്നത്? അല്ലാഹു തആല എന്ന നിയമത്തിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്, എന്തിനാ കുറവ് കാണിക്കുന്നത്? ഫക്കീറല്ലാത്തവൻ കിട്ടുന്നിടത്തൊക്കെ ഫക്കീറ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദികേടാണ്. പടച്ച റബ്ബ് പറയുന്നു, മനുഷ്യ നിന്നെ ഞാൻ നല്ല സമ്പന്നനാക്കിയിട്ട് കിട്ടുമെന്ന് കാണുമ്പോ എന്തൊക്കെയാ നീ പറയുന്നത്, എന്തൊക്കെയാ പൂരിപ്പിക്കുന്നത്? ഞാൻ ചെയ്ത നിയമത്ത് നീ പാടെ മറന്നുവോ? ഇഷ്ടം പോലെ നിനക്ക് തന്നിട്ട് നീ അത് ഇല്ലാന്ന് പറയുകയാണോ? ശരിയല്ല എന്ന് പറയുകയാണോ? കിട്ടുന്നിടത്ത് നീ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ, ശരി മാത്രമല്ലേ പറയേണ്ടത്. കൊടുക്കുന്ന കാര്യത്തിൽ സത്യസന്ധത പാലിച്ചതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തു നോക്ക്. നിങ്ങൾ എല്ലാവർക്കും അറിയില്ലേ ആ ചരിത്രം? ഞാനത് വിശദമാക്കുകയല്ല. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. ഗുഹാവാസികൾ ഒരു ഭാഗത്തുകൂടെ യാത്ര പോകുമ്പോ മഴ പെയ്തപ്പോ 3 അംഗ സംഘം ആളുകൾ ഒരു ചെറിയ തണല് കിട്ടുന്ന ഒരു മലയുടെ ചെരുവിലേക്ക് അവർ നീങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ മഴ ശക്തമായപ്പോ ശരീരത്തിൽ മഴ കൊള്ളും എന്ന് വന്നപ്പോ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. പിന്നെ അവര് കാണുന്നത് ഒരു വലിയ പാറക്കല്ല് വന്ന് ഗുഹയുടെ മുഖം അടച്ചു. കൂട്ടത്തിൽ ഒരാള് അള്ളാഹുവിനോട് പറയുന്നത്, അവസാനം അവരെ തീരുമാനം, പടച്ച റബ്ബ് സ്വീകരിക്കുന്ന അമലുകൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കാന്ന് തീരുമാനം വന്നു. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുവേ, ഇന്നഹു കാനലി ഉജറാ, എനിക്കൊരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്റെ കൃഷിയിടത്തില്. തൊഴിലാളികൾ ഒക്കെ കൂലി വാങ്ങി പോകുമ്പോ ഒരാളയാളുടെ കൂലി വാങ്ങിയില്ല. അതെത്രയാണുള്ളത്? അത് ചില്ലറ സ്വാഅ് മാത്രമാണ്. സ്വാഅ് എന്ന് പറഞ്ഞാൽ മുദ്ദ് പോലൊരു അളവ് പാത്രമാണ്. 4 പാത്രം, മുദ്ദുപാത്രം കണ്ടില്ലേ? അത് 4 പാത്രം നിറച്ചിട്ടുള്ള ഒരു പാത്രമാണ് സ്വാഅ്. അതാണ് ഒരു സ്വാഅ്. 4 പാത്രത്തിന്റെ അളവ്. നമ്മളൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന അളവ് അതാണ്. ആ ഒരു സ്വാഅ് അല്ലെങ്കിൽ 2ഓ 3ഓ സ്വാഅ് അത്രേ ഉള്ളൂ കൂലി. പക്ഷേ ഒരാള് മാത്രം കൂലി വാങ്ങാതെ പോയി. ബാക്കിയുള്ളവരൊക്കെ കൂലി വാങ്ങി. ഒരാള് പറഞ്ഞു അവിടെ നിന്നോട്ടെ. അല്ലാഹുവേ, അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ ആ കൂലി അതെടുത്തുകൊണ്ട് ഞാൻ വീണ്ടും കൃഷി നടത്തി. ആ കൃഷി വികസിച്ചു വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് പശുക്കളെ വാങ്ങി. പശുക്കളെ വാങ്ങിയിട്ട് ലാഭം കിട്ടിയപ്പോ പിന്നെ പശുവിനെ മേയ്ക്കാനുള്ള ആളുകളെ വാങ്ങി. അപ്പൊ 1ഉം 2ഉം പശുവല്ല, ധാരാളം പശുക്കളുണ്ട്. പിന്നെ കുറച്ചുകൂടി വികസിച്ചപ്പോൾ ആടുകളെ വാങ്ങി. ആടുകളെ നോക്കാനും മേയ്ക്കാരെ വാങ്ങി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വേണ്ടാതെ വെച്ചുപോയ എന്റെ കൂലിയില്ലേ, പണിക്കൂലി, അത് നിങ്ങൾ തന്നേക്കണം. അപ്പൊ പടച്ചോനെ ഞാൻ അയാളോട് പറഞ്ഞു, അതാ ആ കാണുന്ന പശുക്കളും അതിന്റെ മേയ്ക്കാരും അപ്പുറത്ത് നിൽക്കുന്ന ആടുകളും അതിനെ മേയ്ക്കുന്നവരും അതെല്ലാം നിന്റെ കൂലിയാണ്, നീ എടുത്തോ. ആ മനുഷ്യൻ തിരിച്ചു നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. അത് മുഴുവനും നിന്റെ കൂലിയാണ്, നീ എടുത്തുകൊണ്ടുപോയിക്കോ. അദ്ദേഹം അതെല്ലാം കൊണ്ടുപോയി. അല്ലാ, ഒന്നും ബാക്കി വെക്കാതെ ആ കൂലി മുഴുവനും ഞാൻ കൊടുത്തു. അദ്ദേഹത്തിന്റെ കൂലിയിൽ നിന്ന് വികസിപ്പിച്ച് വർദ്ധിപ്പിച്ചെടുത്തത് മുഴുവനും കൊടുത്തു. ഒന്നും ഞാൻ എനിക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടില്ല. പടച്ച റബ്ബേ, ഞാൻ ഈ പറഞ്ഞത്, ഈ ചെയ്ത അമല് നിന്റെ അടുക്കൽ മഖ്ബൂലാണോ?
ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീ, ഞങ്ങൾ അകപ്പെട്ട ഈ ആപത്തിൽ നിന്ന് ആകാശം കാണുന്ന രൂപത്തില് പാറയൊന്ന് നീക്കി തരണേ അല്ലാഹ്. പടച്ച റബ്ബ് പാറയൊന്ന് പതുക്കെ നീക്കി കൊടുത്തു, ആകാശം കാണുന്ന രൂപത്തിൽ. ആ പറഞ്ഞതും ആ ചെയ്തതും നല്ല ഇഖ്ലാസുള്ള അമലായിട്ട് അല്ലാഹു തആല സ്വീകരിച്ചു. നിങ്ങൾ നോക്ക്, ആ മനുഷ്യന് സത്യത്തിൽ സഹോദരങ്ങളെ കൊടുക്കേണ്ട കൂലി അന്നത്തെ കൂലി അനുസരിച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ചെറുതല്ലേ? പക്ഷെ ഈ മനുഷ്യന്റെ ഇഖ്ലാസ്, ആത്മാർത്ഥത എത്ര വലുതാണ്! ആ മനുഷ്യൻ ആ പറഞ്ഞ ഓരോ വാക്കും അല്ലാഹു തആല ഏത് ലെവലിലാ സ്വീകരിച്ചത്! ഈ വലിയ വിപത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ മാത്രമുള്ള നല്ലൊരു പ്രവർത്തനമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. വെറുതെ പറഞ്ഞതല്ലല്ലോ, ആ പറഞ്ഞ കണക്കനുസരിച്ചുള്ളത് മുഴുവനും സ്വീകരിച്ചു. കൊടുത്തത് മുഴുവനും അല്ലാഹു കബൂലാക്കി എന്നതിന് തെളിവ് കിട്ടി. ആപൽ സന്ധിയിൽ നിന്ന് രക്ഷ കിട്ടിയപ്പോൾ ചെയ്ത അമല് നല്ല അമലാണെന്നും അത് അല്ലാഹു സ്വീകരിച്ചു എന്നും മനസ്സിനൊരു സന്തോഷം വന്നു. കണക്ക് പറയുന്നിടത്ത് തെറ്റരുത്, അബദ്ധം വന്നേക്കരുത്, ബോധപൂർവം വന്നേക്കരുത്. സത്യം പറയണം. സിദ്ഖുൽ ഹദീസ്. സ്കോളർഷിപ്പ്, മകന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എത്രയാന്ന് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഒരു കൊല്ലം പഠിക്കാനുള്ളതിനുള്ള ചെലവ് കിട്ടിയിട്ടുണ്ട്, ഒരു 30,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഫുള്ള് കിട്ടിയില്ല, 1-ാം ഗഡു കിട്ടി, 2, 3, 4 ഗഡുക്കളായിട്ട് ഇങ്ങനെ കിട്ടും. പഠന ചെലവായിട്ട് കിട്ടിയതാണ്. അപ്പൊ പറഞ്ഞ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കത് വാങ്ങാനുള്ള യോഗ്യതയും അർഹതയുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയാം, അത് യോഗ്യത അർഹത ഉണ്ടാകാൻ കുഴപ്പമൊന്നുമില്ല, അതാ ഫോം പൂരിപ്പിക്കുമ്പോ അതിലങ്ങനെ എഴുതിയാൽ മതിയല്ലോ. അതിന്റെ ഫോം പൂരിപ്പിക്കുമ്പോ കാണിക്കുന്ന വരുമാനത്ര കാണിച്ചാ പോരെ? എന്താണ് അതിന്റെ പേര്? സത്യം എന്നാണോ അതിന് പറയാ? അതല്ല കളവാണ് എന്നാണോ പറയാ? സത്യമേ പറയാവൂ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ അല്ലാഹു തആല സമ്പത്ത് തന്നെങ്കിൽ ആ സമ്പത്ത് നിന്നോട് ഒന്നൊരാൾ കടം ചോദിക്കുമ്പോ പറയാനുള്ള വിഷയങ്ങളൊക്കെ നീ അങ്ങ് പറഞ്ഞേക്കൂ. അവധിക്ക് കടം കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവധിക്ക് കടം വാങ്ങിയിട്ടുമുണ്ട്. അവധി എത്തിയ സമയത്ത് തങ്ങളത് വീട്ടിൽ കൊടുത്തിട്ടുമുണ്ട്. അവധിക്ക് നീ ഒരാൾക്ക് കടം കൊടുത്തോ ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെങ്കിൽ 2 സാക്ഷിയെയും വിസ്തരിച്ചുകൊണ്ട് നീ അത് കറക്റ്റായി രേഖപ്പെടുത്തിക്കോ. എന്നാലും സിദ്ഖല്ലാതെ പറഞ്ഞു പോകരുത്, സത്യം പറയണം. അതിനാണ് വലിയ സ്ഥാനമുള്ളത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് എടുത്തു പറഞ്ഞില്ലേ ആ ഒരു സ്വഭാവം? വിശുദ്ധ ദീനിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ സംഘവും ഹിറക്കിൽ ചക്രവർത്തിയുടെ ഹളറത്തിലെത്തിയപ്പോ അന്ന് അബൂ സുഫിയാൻ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നിട്ടില്ല. അബൂ സുഫിയാനാണ് ആ യാത്രാ സംഘത്തിലെ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോ കാര്യമായും അബൂ സുഫിയാൻ എണ്ണിപ്പറഞ്ഞ വിശേഷണം, ആ മഹാനുഭാവൻ നിങ്ങളോട് സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ എങ്ങനെയാണ് വിശദമായിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു കൊടുത്തു. ഇത്രയും കാലം ഞങ്ങളോട് പറഞ്ഞ വർത്തമാനങ്ങൾ എന്തെല്ലാമുണ്ടോ അതൊക്കെ പൂർണ്ണമായും സത്യമാണ്. ഒന്നും കളവായിട്ട് ഞങ്ങൾക്ക് പരിചയമില്ല, അറിവില്ല, കേട്ടിട്ടില്ല. ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബ്. രാജാവിന്റെ ചോദ്യം ഒരു മുസ്ലിമിനോടല്ല രാജാവ് ചോദിക്കുന്നത്. ഇസ്ലാമിലേക്ക് വന്ന് ചേർന്നിട്ടില്ല അബൂ സുഫിയാൻ. ഈ ചോദ്യം നടക്കുന്നത് ഹിജ്റ 6-ാം വർഷത്തിലാണ്. അബൂ സുഫിയാൻ വിശുദ്ധ ദീനിലേക്ക് വരുന്ന ഹിജ്റ 8-ാം വർഷത്തിലാണ്. അബൂ സുഫിയാനോട് ചോദിക്കുന്നു, എന്തെങ്കിലൊക്കെ വല്ല കളവും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെ വല്ല ധാരണയുണ്ടോ? ഇല്ല. അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. അങ്ങനെ ഒരൊറ്റ വിഷയത്തിലും ഒരൊറ്റ വാക്കിലും കളവ് പറഞ്ഞത് ഞങ്ങൾക്ക് അനുഭവം പരിചയമേ ഇല്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ഖ്, തങ്ങളുടെ വാക്ക്,
അക്ഷരം പ്രതി അംഗീകരിച്ച് വിശ്വസിച്ച് ശത്രുക്കളിൽ നിന്ന് പോലും റിപ്പോർട്ട് കിട്ടിയപ്പോൾ അത് പൂർണ്ണമായും അംഗീകരിച്ചത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് പറയുന്ന വലിയ സ്ഥാനപ്പേര് കിട്ടിയത്. അബൂജഹലും കൂട്ടരും പോയിട്ട് ഇസ്രായിന്റെയും മിറാജിന്റെയും സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോ എണ്ണി എണ്ണി ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെന്താ പറഞ്ഞത് വലിയ അത്ഭുതത്തോടെ ഓരോന്നിങ്ങനെ വിശദീകരിച്ചു. അവര് വിചാരിച്ചതൊക്കെ കൂടി കേട്ട് ലാസ്റ്റ് ഇങ്ങനൊക്കെ കൂടി പറഞ്ഞോന്നായിരിക്കും പറയാം. ഇതെല്ലാം എന്റെ നേതാവ് പറഞ്ഞോ നിങ്ങളോട്? പറഞ്ഞു. എന്നാ പിന്നെ ഞാനത് വിശ്വസിച്ചു, ഞാനത് മുഴുവനും വിശ്വസിച്ചു. ചോദിച്ചു അവര്, നിങ്ങളെങ്ങനെ വിശ്വസിക്കും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നില്ലേ? ഇതിനേക്കാളും വലിയ വിഷയമാണ് ഇത്. കണ്ടുവന്ന് വിഷയമല്ലേ പറയുന്നത്. വഹി എന്ന് പറയുന്നത് ഞാൻ കാണാത്ത, നിങ്ങൾ കാണാത്ത സംഗതിയല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്, വഹി നൽകുന്നത് ഞാൻ കാണുന്നില്ല, ഓതിക്കൊടുക്കുന്ന ഓത്ത് ഞാൻ കേൾക്കുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുമ്പോഴല്ലേ ഞാനത് അറിയുന്നത്. അപ്പൊ ആ മുകൾ ഭാഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം താഴോട്ട് ഇറങ്ങി വന്ന് വഹി നൽകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ കണ്ടുവന്ന കാര്യം വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമില്ല. ഞാനത് പൂർണ്ണമായും അംഗീകരിച്ചു, വാസ്തവമാക്കി. ഒന്നുപോലും ഞാനത് നിരാകരിക്കുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പേരല്ലേ വിശുദ്ധ ഇസ്ലാമിൽ വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ പേരല്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കും പ്രവൃത്തിയും അങ്ങനെ തന്നെ അംഗീകരിച്ചിട്ടല്ലേ. മറ്റുള്ള ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു കർമ്മം പോലും തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അത് തിരുത്തിയില്ലേ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വലിയ സംഖ്യക്കല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചത്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, അത് ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ട് എന്തോ ഒരു ഉപകാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടാണ്ട് അതിനാണ് അത്രയും വലിയ തുക കൊടുത്തത്. അല്ലാഹു തആല പറഞ്ഞു, അല്ല, അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ പറയരുത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രവർത്തനത്തെ പറ്റി അങ്ങനെ പറയരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചെയ്തത് ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ചെയ്തത്. വലസൗഫ യർളാ, ഇവിടെ ആ കൊടുത്തതിന് പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുകയും ചെയ്യും എന്ന് തീർച്ചപ്പെടുത്തി അല്ലാഹു തആല പറഞ്ഞല്ലോ. മറ്റു പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ ചെയ്തതും പറഞ്ഞതും പൂർണ്ണമായും ശരിയാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിലയിരുത്തിയത് അവിടുത്തെ സത്യസന്ധത കൊണ്ടാണ്. മുത്തഖീങ്ങൾക്കുണ്ടാകേണ്ട വലിയ അടയാളമാണ് സിദ്ഖുൽ ഹദീസ്, സത്യം പറയുക എന്ന് പറയുന്ന വിഷയം. ഉമ്മമാരോട് ഞാനൊരു കാര്യം പറയട്ടെ, മക്കൾ എപ്പോഴെങ്കിലും അനുസരണക്കേട് കാണിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ അവർ അനുസരിക്കാൻ വേണ്ടി പറയുന്ന വചനങ്ങളുണ്ടെങ്കിൽ, അതെന്തെങ്കിലും തരാമെന്നാണ് പറയുന്നതെങ്കിൽ കൊടുക്കാൻ പറ്റിയത് വാഗ്ദാനം ചെയ്യുകയാണ് നല്ലത്. അതാണ് ഏറ്റവും നല്ല സിദ്ഖ്. ചോദിച്ചു വരുമ്പോൾ ഇല്ല എന്ന് പറയുന്ന വിഷയം പറഞ്ഞ് പ്രചോദനം നൽകുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ കൊടുക്കാൻ പറ്റിയ വസ്തുക്കളില്ലേ, എപ്പോൾ വന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കാൻ പറ്റിയതില്ലേ, അതിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മക്കളെ അനുസരിപ്പിക്കുന്നതും പ്രചോദനം നൽകുന്നതുമാണ് നല്ലത്. അല്ലെങ്കിലോ ആ വിഷയം കളവിലേക്ക് ചേർക്കപ്പെട്ടേക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീട്ടുമുറ്റത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോ, ഞാൻ ചെറിയ കുട്ടിയാണ്, എന്റെ ഉമ്മ എന്നെ വിളിച്ചു, മോനെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ കുട്ടികൾ കളിക്കുമ്പോ അങ്ങനല്ലേ, പെട്ടെന്ന് വരൂലല്ലോ അവര്. എന്തെങ്കിലുമൊക്കെ താല്പര്യം അങ്ങോട്ട് പറഞ്ഞാൽ പെട്ടെന്ന് വരും. അപ്പൊ എന്റെ ഉമ്മ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്, മോനെ വാ ഇതാന്നും പറഞ്ഞ് വിളിക്കാം. അങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് എന്നെ വിളിക്കുമ്പോ അതുവഴി നടന്നു പോകുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. തങ്ങൾ അവിടെ നിന്നു. ഞാൻ ഓടിച്ചെന്നു എന്റെ ഉമ്മാന്റെ അടുത്തേക്ക്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാനോട് ചോദിച്ചു, ഈ കുട്ടിക്ക് വല്ലതും കൊടുക്കണമെന്ന വിഷയത്തിലാണോ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചത്? എന്റെ ഉമ്മ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു കൊടുത്തു. ഒരു കാരക്കയുണ്ടായിരുന്നു ആ കയ്യിൽ. ചോദിച്ചു, ഉമ്മ എന്തിനാ നബിയെ തങ്ങൾ ഇത് ചോദിച്ചത്? കുട്ടി വരണം, ഒന്ന് കൊടുക്കാനും ഉദ്ദേശമില്ല, വെറുതെ കൈയൊന്ന് ചുരുട്ടിയതാണെങ്കിൽ നിങ്ങൾ ആ കുട്ടിയോടൊരു കളവ് പറഞ്ഞു, ആ കുട്ടിക്ക് നിങ്ങളൊരു കളവ് പഠിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തത് സത്യമാണ്. അതേ, ഒരു പ്രചോദനം എന്ന അർത്ഥത്തിൽ പോലും പറയുന്ന വാക്കുകൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളോട് എന്തെങ്കിലും അവര് അനുസരണം കാണിക്കാൻ വേണ്ടി പറയുമ്പോ നല്ല വർത്തമാനങ്ങളെ പറയാവൂ. ഇല്ലാത്തത് കളവാകാൻ സാധ്യതയുള്ളത്, കളവുള്ളത് പറയരുത്. അതവർക്കും പിന്നീടൊരു ശീലമാകും. ഉമ്മ അങ്ങനൊക്കെ പറയാറുണ്ടല്ലോ, ഉപ്പ അങ്ങനൊക്കെ പറയാറുണ്ടല്ലോ എന്ന വാക്ക് സിദ്ദീഖേ പറയാവൂ. നല്ല വർത്തമാനേ പറയാവൂ. അതാണ് വിജയിക്കുക, അതിനാണ് വലിയ ഫലം കിട്ടുക. എപ്പോഴും സത്യം മാത്രം പറഞ്ഞാൽ വലിയ സ്ഥാനം കിട്ടും. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, അവരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളിൽ ഒരു പാഠം അതാണ്. വലിയൊരു പാഠമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ സത്യസന്ധമായ നിലക്കാണ് കൊട്ടാരത്തിൽ ജീവിച്ചത്. കൊട്ടാരത്തിൽ അങ്ങനെയാണ് ജീവിച്ചത്. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തെ ആകർഷിച്ചു വന്ന സലീഖ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി. സലീഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയാണ് ആവശ്യപ്പെട്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാം കൊതറി മാറി ഓടുകയാണ്. മഅദല്ലാഹി ഇന്നഹു റബ്ബി അഹ്സന മസ്വായി. എന്നെ പരിപാലിക്കുന്ന, എന്നെ പരിരക്ഷിക്കുന്ന അല്ലാഹു തആല എന്തൊരു സംവിധാനമാണ് ഈ വീട്ടിൽ എനിക്കൊരുക്കി തന്നത്. ഞാൻ ആ അല്ലാഹുവിനെ എതിര് കാണിക്കുകയോ പടച്ച റബ്ബിന് ഞാൻ എതിര് ചെയ്യുകയോ എന്നും ചോദിച്ചെന്നും പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം കുതറി മാറി ഓടുമ്പോ സലീഖ പിന്നാലെ കൂടിയിട്ട് ശരീരത്തിലെ വസ്ത്രം വലിച്ചു. വസ്ത്രത്തിന്റെ പിൻവശം കീറിപ്പോയി. പിന്നെ രണ്ടുപേരും നേരെ ഓടിയെത്തുന്നത് വാതിലിന്റെ അടുത്താണ്. വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നതാരെയാണ്? സലീഖയുടെ ഭർത്താവ് അതാ അവിടെ വന്നിരിക്കുന്നു. ഖിത്ഫീർ എന്ന് പറയുന്ന പേരുള്ള ഭർത്താവ്, അവരാണ് അസീസ് രാജാവ്. അവരെ കണ്ട ഉടനെ തന്നെ സലീഖ പറഞ്ഞില്ലേ, ഹദേ സലീഖ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഖാലത്ത് മൻ ഖാലത്ത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സഹധർമ്മിണിയായ എന്നെ കൊണ്ട് മോശത്തരം ചെയ്യാൻ ഉദ്ദേശിച്ച ഈ വ്യക്തിയെ ഒന്നുകിൽ ജയിലിൽ അടക്കണം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന നല്ല ശിക്ഷ കൊടുക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ സത്യസന്ധമായി പറഞ്ഞു, ഹിയ റാവദത്തിനി അൻ നഫ്സി. ഞാൻ അങ്ങോട്ടൊന്നും ചെയ്തിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എന്നെ ഇങ്ങോട്ട് ആകർഷിച്ച്, എന്നെ ക്ഷണിച്ചു വരുത്തി, എന്നോട് താല്പര്യപ്പെട്ടതാണ് നിങ്ങളുടെ ഭാര്യയായിരിക്കുന്ന ഈ പെണ്ണ്. ആ പറഞ്ഞ സത്യല്ലേ അവിടെ വിജയിച്ചത്? വേറെ ആരാ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ളത്? തൊട്ടിലിൽ കിടക്കുന്ന എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണല്ലോ വിധി പറഞ്ഞത്. ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സ്വാദിഖീൻ. അതേ, ഒരു വകുപ്പിൽ പറഞ്ഞാൽ അത് സലീഖയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട പെണ്ണിന്റെ ഒരു കുട്ടിയാണ്. കൊട്ടാരത്തിൽ വേലക്ക് വരുന്ന ഖിദ്മത്തിന് വരുന്ന ഒരു പെണ്ണിന്റെ കുട്ടിയാണ് ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി. ആ കുട്ടി സത്യം മാത്രം പറഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാമിന് സാക്ഷി നിന്നില്ലേ?
കുട്ടി പറഞ്ഞല്ലോ, തൊട്ടിലിൽ കിടക്കുന്ന സംസാരപ്രായമെത്താത്ത കുട്ടി, രാജാവേ ഒരു കാര്യം ഞാൻ മധ്യസ്ഥനായി പറഞ്ഞു തരാം. ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുൽ, കുപ്പായം കീറിയത് മുൻഭാഗത്ത് നിന്നാണോ എന്ന് നോക്കുക. എങ്കിൽ ഫസദഖതു വഹുവ മിനൽ കാദിബീൻ, സലീഖ പറഞ്ഞത് സത്യമാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ശരിയല്ല. വഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബതു വഹുവ മിനസ് സാദിഖീൻ, കുപ്പായം കീറിയത് പിറകിൽ നിന്നാണോ, എന്നാൽ സലീഖ പറഞ്ഞത് കളവാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം സത്യവാന്മാരിൽപ്പെട്ട ആളാണ്. കാരണം പിന്തിരിഞ്ഞു ഓടുകയാണെങ്കിൽ പിൻഭാഗത്തു നിന്നല്ലേ വലിക്കുക. ഈ വിഷയത്തിന് ടച്ചില്ലാതെ, സന്തോഷമില്ലാതെ, റാഹത്തില്ലാതെ, അംഗീകാരമില്ലാതെ കുതറി മാറി ഓടുമ്പോ പിന്നാലെ കൂടി വലിച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിറകിലാണ് കീറുക. ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങോട്ട് വന്ന ആളാണെങ്കിൽ, ഇങ്ങോട്ട് ആകർഷിച്ചു വന്ന ആളാണെങ്കിൽ തള്ളി മാറ്റുമ്പോൾ മുൻഭാഗത്ത് നിന്നായിരിക്കും കീറിയിരിക്കുക. രണ്ടാലൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അതേ പിൻഭാഗത്താണ് കുപ്പായം കീറിയത് കണ്ടത്. കണ്ടപ്പോഴേക്ക് രാജാവ് പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അദീം. സലീഖ, ഇത് നിന്റെ വക്രബുദ്ധിയിൽ നിന്ന് വന്നതാണ്. നിന്റെ കൗശലം, സ്ത്രീകളുടെ കൗശലം, അത് വല്ലാത്തതാണ്. നിർവചിക്കാൻ കഴിയാത്ത അത്രയും വലുപ്പം അതിനുണ്ട്. നിന്റെ കുതന്ത്രം കൊണ്ട് ഉണ്ടായി തീർന്നതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സമാധാനിപ്പിച്ചു. യൂസുഫ് നിങ്ങളിത് മൈൻഡാക്കണ്ട, ഈ പറഞ്ഞോ നിങ്ങൾ കാര്യാക്കണ്ട, നിങ്ങൾ പ്രശ്നാക്കണ്ട രാജാവ് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞു, നിന്റെ കുറ്റത്തിന് നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, നീ തെറ്റ് ചെയ്ത പെണ്ണാണ്, തെറ്റ് ചെയ്ത പെണ്ണാണ് നീ. ചെയ്തു എന്ന് മാത്രമല്ല, പിന്നെ നീ കള്ളം പറയുകയും ചെയ്തു. നിങ്ങൾ നോക്ക്, സത്യം മാത്രം പറഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാമിന് എത്ര വലിയ വിജയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ സംസാരിപ്പിച്ചുകൊണ്ടാണ് ആ സത്യത്തെ അല്ലാഹു തആല വിജയിപ്പിച്ചത്. സത്യം പറയുന്നവർക്ക് അങ്ങനല്ലേ വിജയം. ആ ഒരു സത്യത്തിന്റെ പിന്തുടർച്ചയിലല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അതേ കൊട്ടാരത്തിൽ തന്നെ രാജാധികാരവും പിന്നീട് അല്ലാഹു നൽകിയത്. രാജാവ് വിളിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു യൂസുഫ് നബി അലൈഹിസ്സലാം. രാജാവ് കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല, അവിടെ കുറച്ച് പെണ്ണുങ്ങളില്ലേ, നേരത്തെ കയ്യൊക്കെ മുറിച്ച പെണ്ണുങ്ങള്, ആ പെണ്ണുങ്ങളോടൊന്ന് ചോദിക്കണം. കൈ മുറിക്കാൻ വേണ്ടി അവര് എന്നെ കണ്ടിട്ടല്ലേ കൈ മുറിച്ചത്. ഞാൻ അവരെ മുന്നിലൂടെ പോകുമ്പോ അവര് നല്ല തരുണിമണികളാണ്, അവരിലേക്ക് വല്ല ആകർഷണീയതയും എന്റെ ഭാഗത്ത് നിന്ന്, എന്റെ സംസാരം കൊണ്ടോ, എന്റെ രൂപം കൊണ്ടോ, എന്റെ നോട്ടം കൊണ്ടോ, എന്റെ ആക്ഷൻ കൊണ്ടോ ഏതെങ്കിലും അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അവരെല്ലാവരും മേഘസ്വരത്തിൽ പറഞ്ഞു, മാ അലിംനാ അലൈഹി മിൻ സൂ. ഞങ്ങളെ മുന്നിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോ വൃത്തികേടായിട്ട് ഒരു രൂപമോ, ഒരു ഭാവമോ, ഒരു നോട്ടമോ, ഒരു ആക്ഷനോ, ഞങ്ങളിലേക്കുള്ള ഒരു ആകർഷണീയതയോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോഴാണ് സലീഖ അവിടുന്ന് ഏറ്റു പറഞ്ഞത്, الآن حصل الحق أنا راودته عن نفسه وإنه لمن الصادقين. സത്യം വെളിവായി. എന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ആഗ്രഹിച്ചു, ആവശ്യപ്പെട്ടു. വഇന്നഹു ലമിനസ് സാദിഖീൻ, അദ്ദേഹം സത്യവാന്മാരിൽപ്പെട്ട ആളാണ്. സത്യത്തിനെതിരായ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സഹോദരന്മാരെ, നല്ല പ്രവർത്തനം ചെയ്ത് നല്ല വർത്തമാനം പറയണം, ശരിയായത് മാത്രം പറയണം. ഒരാളെ പറ്റി നിങ്ങളോട് അഭിപ്രായം ചോദിക്കാണ്, ഒന്നും അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും നല്ല ശരി. ഒന്നും അറിയില്ലേ പറയാൻ, എന്നാൽ അറിയില്ല എന്ന് പറയണം. ഒരു വിഷയത്തെ പറ്റി ഒരാൾ ചോദിക്കാണ്, നമുക്കതിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആളല്ലേ എന്ന് കരുതിയിട്ട്, നമ്മളെ ഇമേജിനത് മോശമല്ലേ എന്ന് കരുതിയിട്ട് എന്തെങ്കിലൊക്കെ ഒപ്പിച്ച് പറയുന്ന സ്വഭാവം അത് വേണ്ട, അത് കളവായി പോകും. അറിയാത്തതിന് നീ അറിയില്ലെന്നങ്ങ് പറഞ്ഞ്
പറഞ്ഞേക്കണം. അതൊരു സത്യമായ വാക്ക് തന്നെയാണ്. നിനക്കറിയില്ലേ, എനിക്കറിയില്ല, അല്ലാഹു വറസൂലുഹു ആലം എന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം. അറിയാത്തതിനെ സംബന്ധിച്ച് ആ ഒരു ബോധമില്ലേ, അത് സത്യസന്ധമായ ഒരു ബോധമാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് സിദ്ഖുൽ ഹദീസ് നന്നായി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. വൽ വഫാഉ ബിൽ അഹദി, രണ്ടാമത്തെ അടയാളം എന്ത് കരാറ് ചെയ്താലും കരാറ് പൂർത്തീകരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, വാഗ്ദാനങ്ങൾ നിറവേറ്റണം, വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കണം. ഏതെങ്കിലും ആളുകളോട് പറഞ്ഞത് ഇനിയും നമ്മുടെ വകുപ്പിലുണ്ടോ, മെമ്മറിയിലുണ്ടോ, പൂർത്തീകരിച്ചേക്കണം. അതിനാണ് അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരുന്നത്. അതിനാണ് അള്ളാഹു തആല കഴിവും ഒടിവും തരുന്നത്. ആരോട് പറഞ്ഞ വാക്കും പൂർത്തീകരിക്കാതെ പോകരുത്. അത് സ്വന്തം ഭാര്യയോടാണെങ്കിലും ശരി, സ്വന്തം മക്കളോടാണെങ്കിലും ശരി, സ്വന്തം ശിഷ്യന്മാരോടാണെങ്കിലും ശരി, എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയോ, കഴിയുന്നത് നൽകുക, നൽകുന്നത് പൂർത്തീകരിക്കുക. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കണം. ഇന്നൽ അഹദ കാന മസ്ഊലാ, ഇന്നൽ അഹദ കാന മസ്ഊലാ. വാഗ്ദത്തം എന്ന് പറയുന്ന വിഷയം, കരാർ ചെയ്യുന്ന വിഷയം, അത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോ കുറെ ആൾക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ആ വിഷയത്തിലേക്ക് പിരിവ് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് എഴുതിയൊരാൾ പറഞ്ഞു, ഉസ്താദേ ചിലതൊക്കെ കടലാസിൽ അങ്ങനെ തന്നെ ഉണ്ടാകും, കുറച്ചുകൂടി വാങ്ങിക്കോളി, അതാ നല്ലത്. കടലാസിൽ തൂങ്ങാൻ മാത്രം ഒരു കരാറും പറയരുത് ഒരാളും. എല്ലാവരും പറയുന്നുണ്ട്, ഞാനും ഒരു 10,000 പറഞ്ഞില്ലെങ്കിലും മോശമല്ലേ, ഞാൻ ഇന്ന വാപ്പാന്റെ മോനാണ്, എനിക്ക് ഇന്ന ജോലിയാണ്, ഇന്റെ വക 10,000. പിന്നെ ആ 10,000 കിട്ടാൻ വേണ്ടി ഒരുപാട് തവണ പലരും വന്നു. റഖീബത്തിതൊന്നല്ല, മനുഷ്യന്മാരനെ വന്നത്, പലരും വന്നു. മുൻകർ നക്കീറൊന്നല്ല, നേർക്കരെ കാണുന്ന മനുഷ്യന്മാരനെ. അത് എടുക്കേ, കുറച്ച് കഴിഞ്ഞിട്ട് തരാ. മരിച്ചു കഴിഞ്ഞ് മക്കളോട് വെച്ചപ്പോ ബാപ്പാ കൈകൊണ്ട്, ബാപ്പ തന്നില്ലേ, ഇനി ഞങ്ങളോട് വെക്കേണ്ട ആവശ്യം എന്താ, അത് തന്നില്ല കൂട്ടിയാൽ മതി. കഴിഞ്ഞു. ആര് കൊടുക്കും, ആരാ പൂർത്തീകരിക്കാനുള്ളത്? പറഞ്ഞ ഒരു വാക്ക്, ഒരൊറ്റ വാഗ്ദത്തം പോലും പൂർത്തീകരിക്കാതിരിക്കരുത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. തങ്ങളെ വഫാത്തിന് ശേഷം ആദ്യം പൊതുഖജനാവിലേക്ക് സ്വത്ത് വന്നത് ബഹ്റൈനിൽ നിന്നാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന അതേ ബഹ്റൈൻ. സ്വത്ത് വന്നപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തതുണ്ടെങ്കിൽ വന്നേക്കണം. ഇവിടെ സ്വത്ത് വന്നിട്ടുണ്ട്, അത് തരാൻ വേണ്ടിയാണ് പറയുന്നത്. അതാ മുന്നോട്ട് വരുന്നു ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, വഫാത്തിന്റെ മുമ്പ് തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പൊതുഖജനാവിലേക്ക് സ്വത്ത് വരട്ടെ. രണ്ട് കൈയും ഇങ്ങനെ കൂട്ടിയിട്ടാ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്രയും 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 തരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇക്കാണുന്ന സഞ്ചിയിൽ നിന്ന്, ദിർഹമിൽ നിന്ന് വാരിയെടുത്തോളൂ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു വാരിയെടുത്തു. എണ്ണി നോക്കാൻ പറഞ്ഞു, 500 ദിർഹമുണ്ട്. അതിലേക്ക് ഒരു 1000 കൂടി കൂട്ടിക്കൊടുത്തു. ഒരൊറ്റ കോരൽ 500 ഉണ്ടെങ്കിൽ പിന്നെ 2 പ്രാവശ്യം കൂടി കോരിയാൽ 1500 അല്ലേ? അതങ്ങനെ പൂർണ്ണമായി കൊടുത്തു. പിന്നെയും ചോദിച്ചു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങളുണ്ടോ? ഉണ്ടത് ചോദിക്കണം, മുഴുവനും വീട്ടിത്തരാം, ഒരൊറ്റ ആൾക്കും ബാക്കിയില്ല. നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മുടെ പെരടിയില് വാഗ്ദാനങ്ങൾ കുറെ കിടപ്പുണ്ടെങ്കിൽ അത് വീട്ടാൻ താല്പര്യമില്ലാത്തവരായി മാറിയിട്ടുണ്ടോ നമ്മളെ മക്കള്? നമ്മുടെ ബാധ്യത എന്ന് തീരാനാ, എന്ന് ഒഴിവാകാനാണ്, ആര് കൊടുത്തു വീട്ടാനാ? വാഗ്ദാനങ്ങൾ എഴുതുമ്പോഴും ചേർക്കുമ്പോഴൊക്കെ പേരൊക്കെ എൻ്റെ അതിൽ വേണം, എനിക്കതിൽ വേണം, എനിക്കതിൽ വേണം. ദുആക്കെ പ്രതീക്ഷ കൊണ്ട് മാത്രം കൊടുത്താൽ പോരാ, ദുആ പ്രതീക്ഷ കൊണ്ട് മാത്രം വാക്ക് കൊടുത്താൽ പോരാ, അത് പൂരിപ്പിക്കുകയും വേണം. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ
പൂർപ്പിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പൂർത്തീകരിക്കാനുള്ള ആവത് അല്ലാഹു ഏറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ വിഷയത്തിൽ. അല്ലാഹു അവർക്ക് ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഇത്ര എൻ്റെ വക തരാമെന്ന് പറഞ്ഞ് കറക്റ്റായത് വീട്ടിൽ നിന്ന് എത്രയോ ആളുകളുണ്ട്. അവർ ഭാഗ്യവാന്മാരാണ്, മുത്തഖീങ്ങൾ അടയാളാണ്. അൽ വഫാഉ ബിൽ അഹദ്. കുട്ടി നല്ലോണം പഠിച്ച് ഉയർന്ന് നല്ല റാങ്കോടെ പാസ്സാകാൻ വേണ്ടി ബുദ്ധിമാനായ കുട്ടിയോട് വാപ്പ പറഞ്ഞ, മോനെ കേരളത്തില് ഒരു 100ന്റെ അടുക്ക് എനിക്ക് റാങ്ക് ലഭിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പരീക്ഷ കുട്ടിക്കോളും, ഞാൻ ഒരു പരീക്ഷയും പറയുന്നില്ല, 100ന്റെ അടുക്ക് നിനക്കതിൽ റാങ്ക് ലിസ്റ്റിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും, അപ്പോഴേക്ക് നിനക്കൊരു 10-20 വയസ്സായിട്ടുണ്ടാവില്ലേ, ഉറപ്പായിട്ടും നിനക്ക് ഒരു 1.25 ലക്ഷത്തിന്റെ നല്ലൊരു വണ്ടി ഞാൻ വാങ്ങിത്തരുന്നു. ഒരു ബൈക്ക് കുട്ടികളല്ലേ, അല്ല വിലപിടിപ്പുള്ള കടകൊക്കെ ചുരുക്കുള്ള മൈലേജൊക്കെ ഉള്ള കുട്ടി അങ്ങനെ അധ്വാനിച്ച് നല്ല ആഗ്രഹമൊക്കെ മനസ്സിൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ പറഞ്ഞ വല്ല വാക്കും മറക്കുവോ? മറക്കൂല. വേറെന്തെങ്കിലും ദ്വാരക്കാൻ പറഞ്ഞതൊക്കെ മറന്നിട്ടുണ്ടാവും, പക്ഷെ ഇത് മറക്കൂല. ഇത് കിട്ടാനുള്ളതല്ലേ, അത് മനുഷ്യ സഹജമാണ്, മറക്കാതിരിക്കാന്നുള്ളത്. മറക്കൂല. അങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് 100ന്റെ ഇടയിൽ അത് ആ ലിസ്റ്റിൽ പേര് വന്നു. കുട്ടി ബാപ്പാനോട്, നിങ്ങൾ പണ്ട് പറഞ്ഞേ മറന്നുപോയോ? എന്ത് പറഞ്ഞത്? നിങ്ങൾ പണ്ട് പറഞ്ഞില്ലേ എനിക്ക് 1.25 ലക്ഷത്തിന്റെ വാഹനം വാങ്ങിത്തരാം? ഞാനോ? ഉമ്മ പറഞ്ഞ, അതെ നിങ്ങൾ തന്നെ പറഞ്ഞത്, വേറെ ആരുമില്ല, നിങ്ങൾ തന്നെ പറഞ്ഞത്. കുട്ടിക്ക് നല്ല താങ്ങും തണലുമായിട്ട് ഉമ്മയും വന്നു, നിങ്ങളങ്ങനെ പറഞ്ഞു. ഇപ്പുറത്തുനിന്ന് പെങ്ങള് വന്നിട്ട് പറഞ്ഞു, ആ ശരിയാണ്, ആ പറഞ്ഞു, നിങ്ങളും പറഞ്ഞു. അപ്പൊ സാക്ഷികളും ആയി, ഒക്കെ ആയി. ഇനി ആരെയും ആവശ്യമില്ല. നമുക്ക് നോക്കാം, എടുക്കാം. അവിടെ എന്നാ പോരാ, അത് വാങ്ങിക്കൊടുക്കണം. പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ട സംഗതിയാണ്. ഇനിയും ആ കുട്ടി പഠിക്കാനുള്ളൊരു പ്രചോദനം കൂടുതലുണ്ടാകാൻ ആ വാക്കുപാലനം, വാഗ്ദത്തം ഏറ്റവും നല്ലതാണ്. അതാരോടും പാലിക്കും. വാഗ്ദാനം അത് പാലിക്കാതെ പോകരുത്. വഫാഉം ബിൽ അഹദ് ഒരു പ്രത്യേക അടയാളമാണ്. പറഞ്ഞ വാക്കിന് നല്ല വില കൽപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സിലത്തുർ റഹീം, അടുത്ത അടയാളം കുടുംബബന്ധം പുലർത്തൽ. അത് തഖ്വയുള്ള ആൾക്കാർക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന അടയാളമാണ്. ബന്ധം ചേർക്കുക. സ്കാരത്തിലും നോമ്പിലും കാര്യങ്ങളിലൊക്കെ ആൾ ഉഷാറാണ്, എല്ലാത്തിനും ഉഷാറാണ്. പക്ഷെ ഒരു വിഷയമല്ല. എന്താ വിഷയമില്ലാത്തത്? മൂപ്പരും ഉമ്മയും വെച്ചില്ല. സഹോദരനും സഹോദരിയും തമ്മിൽ അന്തല്ല, പിണക്കത്തിലാണ്, തർക്കത്തിലാണ്. എന്നും അതൊരു ഒടിവാണ്. നമ്മൾ ആ സ്റ്റേജിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ അഹ്ലു തഖ്വ മുത്തഖീങ്ങൾ എന്ന പദവിയിലേക്ക് ഉയരണമെങ്കിൽ ആ വിഷയം കൂടിയേ തീരൂ. സിലത്തുർ റഹീം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ബന്ധം പുലർത്താനായിട്ടില്ലേ സഹോദരിമാരെ? ഇപ്പോഴും ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്നുണ്ടോ? മുത്തഖീങ്ങളെ ലിസ്റ്റിലേക്ക് വരാൻ കഴിയൂല. കാരണം ബന്ധവിച്ഛേദനം നടത്തുന്ന ആളുകൾ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, ഖുർആനിൽ 1-ലധികം തവണ അല്ലാഹു അവരെ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ബന്ധവിച്ഛേദനം നടത്തിയവർക്ക് അല്ലാഹുവിന്റെ ശാപമാണുള്ളത്. അല്ലാഹുവിന്റെ ശാപം കിട്ടിയ ആളുകൾ എങ്ങനെ മുത്തഖീങ്ങളെ ലിസ്റ്റിൽ വരിക? അതുകൊണ്ട് സിലത്തുർ റഹീം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്, മുത്തഖീങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ഖുർആനിൽ പടേലത്തും അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. ബന്ധവിച്ഛേദനം വലിയൊരു വിഷയമാണ്. പലയിടത്തും അത് നമുക്ക് എതിരായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. പിന്നെയും ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, റഹ്മത്തുൽ ദുഅഫാ, സാധുക്കളോട്, ദുർബലരോട് വല്ലാത്ത വാത്സല്യം. നാട്ടിലേതെങ്കിലും പാവപ്പെട്ട ആളുകളുണ്ട് എന്ന് അറിയുമ്പോ അവരെ പോറ്റി വളർത്തുന്നതിന്, പെരുന്നാളൊക്കെ വരുമ്പോ ഡ്രസ്സ് വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്ത്, ദിനേനയുള്ള ചെലവിന് വകുപ്പില്ലാത്ത ആളുകൾക്ക് നമ്മുടെ വക ഇടക്കിടക്ക് എന്തെങ്കിലും നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്ത് സാധുക്കളെ പോറ്റി വളർത്തിയിട്ട് അവരോട് കാരുണ്യം കാണിക്കുന്നത് അത് വല്ലാത്തൊരു അടയാളം തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും അറിയാതെ മദീനയുടെ അങ്ങേ അറ്റത്തിൽ
വിധവയായി കഴിയുന്ന ഒരു സഹോദരിയെ പരിചരിച്ചിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു, വസ്ത്രം നൽകിയിരുന്നു, ആ സഹോദരിക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ നൽകിയിരുന്നു. എവിടെ ഒരു സാധുവായ മനുഷ്യനുണ്ടെന്ന് കേട്ടാലും, ജീവിക്കാൻ വകുപ്പില്ലാത്ത ആളുണ്ടെന്ന് കേട്ടാലും അവരോട് ഏറ്റവും വലിയ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. കുടുംബത്തിൽ തന്നെ പാവങ്ങൾ മുഴുവനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓശാരത്തിലല്ലേ കഴിഞ്ഞിരുന്നത്. സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം ഉമ്മാന്റെ സഹോദരിയും ആ സഹോദരിയുടെ പുത്രനും കഴിഞ്ഞിരുന്നത് സിദ്ദീഖ് തങ്ങളെ ചെലവിലാണ്. 1 വർഷമല്ല, 2 വർഷമല്ല, വർഷങ്ങളോളം അവര് ജീവിച്ചിരുന്നത് അതേ തണലിലാണ്. പരിശുദ്ധ ഖുർആനിൽ മഹാനവറുകളുടെ മഹത്വം എടുത്തു പറഞ്ഞെടുത്ത് അല്ലാഹു പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധുക്കളോട് വലിയ അനുകമ്പ വേണം. ഈ അടുത്തായി നമ്മൾ പത്രത്തിലൂടെ വായിച്ച വാർത്ത എത്ര സങ്കടകരമാണ്. അയൽവക്കക്കാര് പലരും ഉണ്ടായിട്ടും വൃദ്ധ ദമ്പതികളായ ആളുകള് വീട്ടിന്റെ ഉള്ളില് മരിച്ചു കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ശരീരം മുഷിഞ്ഞ അവസ്ഥയിലാണ് നാട്ടുകാരറിഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എത്രമാത്രം തഖ്വയിൽ നിന്ന് ആളുകൾ അകന്നുപോയി. പരിസരത്തൊക്കെ ആൾക്കാരില്ലേ? ആ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് ആൾക്കാർക്ക് അറിയില്ലേ? അവരെ ജീവിതം എങ്ങനെയാണെന്ന് അന്വേഷിക്കണ്ടേ? നമുക്ക് അള്ളാഹു തന്നതിൽ നിന്ന് മൊത്തമായിട്ട് കൊടുക്കാനൊന്നും അള്ളാഹു തആല പറഞ്ഞിട്ടില്ലേ. എന്നാലും ഒരു സന്തോഷത്തിനും ജീവിക്കാനൊക്കെ ഉള്ളൊരു വകുപ്പ് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് വല്ലാത്തൊരു അടയാളമാണ്, ചെറുതല്ല. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഒരുപാട് മഹാന്മാരുണ്ട് ആ സ്റ്റേജിൽ ജീവിക്കുന്നവർ. സാധുക്കൾക്ക് ഒത്താശ ചെയ്ത് അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം വരെ അങ്ങനെയല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനെ വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഒരു വിറക് വെട്ടാൻ പോകും കാട്ടിലേക്ക്. പള്ളിയിൽ ജമാഅത്തിനും മറ്റൊക്കെ ഉണ്ടാവും, അവർക്ക് ആരും ഉണ്ടാകൂല. പിന്നെ എന്തിനാ വിറക് വെട്ടുന്നത്? എന്തിനാ വിറക് കിട്ടുന്നത്? ആ വിറക് വെട്ടി വിറ്റ് കിട്ടുന്നത് പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അതിനാ വിറക് വെട്ടി സമ്പാദ്യം ഉണ്ടാക്കുന്നത്. ഉമ്മമാരെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടം പോലെ സ്വത്ത് കിട്ടിയിട്ടുണ്ട് തങ്ങളെ വഫാത്തിന് ശേഷം. ഓരോ ആഴ്ചയിലും 1000, 2000, 3000, 4000 ഒക്കെ ദീനാറും ദിർഹം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് അതൊക്കെ ചെയ്തത്? ആകെ ആ ഒരു ചെറിയ റൂമിലല്ലേ കഴിഞ്ഞുകൂടിയത് 10-40 ചില്ലാനം കൊല്ലം. അത് മുഴുവനും സാധുക്കൾക്ക് സംഭാവന കൊടുത്തതാണ്, പാവങ്ങൾക്ക് ചെലവാക്കിയതാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എവിടുന്നാണ് ആ പാഠം പഠിച്ചത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഏറ്റവും സമൂഹത്തിൽ സ്നേഹമുള്ളത് ദുർബല വിഭാഗത്തോടാണ്, പാവങ്ങളോടാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അവരോടാണ് വലിയ സ്നേഹമുള്ളത്. അവർക്കല്ലേ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്തിരുന്നത്. പാവങ്ങളോട് വലിയ അനുകമ്പ അത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, ഞാൻ ചുരുക്കാണ്, ഖില്ലത്തുൽ ഫഖ്രി വൽ ഖുയലാ, പവർ പറയുന്നതും അഹങ്കരിക്കുന്നതും നന്നേ കുറക്കണം. അതുണ്ടാകൂല. അഹങ്കാരവും സ്റ്റൈലും പവറൊന്നും മുത്തഖീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതല്ല. അവരൊരു സാധാരണ രൂപത്തിൽ നല്ല വൃത്തിയിലും ഭംഗിയിലും ജീവിച്ചു. ഉയർന്ന ലെവലില് പവറും സ്റ്റൈലും കാര്യങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ല. അതൊക്കെ കുറച്ചുകൊണ്ടുള്ള ജീവിതം, സ്റ്റൈലും പവറൊക്കെ ചുരുക്കിക്കൊണ്ടുള്ള ജീവിതം. പിന്നെ അവരെ സ്റ്റൈലും പവറൊക്കെ എവിടെ? അതൊക്കെ ഇങ്ങനെ സേവന പ്രവർത്തനങ്ങളിലാണ് കൂടുതലുള്ളത്. കൊടുക്കുന്നതിലും ജനങ്ങളെ ക്ഷേമപ്രവർത്തനങ്ങളിലുമാണ് നല്ലോണം ഉള്ളത്. പവറും ഖുയലാവും ഒക്കെ വളരെ കുറവാണ്. ഇല്ലായിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ് അല്ലേ? അങ്ങനെയല്ല ആൾക്കാർക്ക്. ഏതായാലും നമ്മളെ പുരയിൽ നടക്കുന്ന അങ്ങനെ പറയില്ല. ഏതായാലും നമ്മളെ പുരയത്തെ ആദ്യത്തെ കല്യാണം ആദ്യത്തെ കല്യാണം, അല്ലെങ്കിൽ അവസാനത്തെ കല്യാണം, രണ്ടാലൊന്ന് നടുവിലുണ്ടാവില്ല. ആദ്യത്തെ കല്യാണമാണ്. അതുകൊണ്ട് തകർക്കണം എന്നായിട്ട്. എവിടെ തകർക്കണ്? നാടൊന്നായിട്ടും കണ്ടാണ് കൊട്ടി ഘോഷിക്കണം. അതിനെന്തൊക്കെയാ വേണ്ടത്? അതിന് ഒരു 5-6 ഐറ്റംസ് തന്നെ. ഭക്ഷണം, പിന്നെ വെള്ളം ഏതെല്ലാം കളറ് പറയാൻ പറ്റുമോ? കളറില്ലേ? വ്യത്യസ്ത കളറ്, ചുവപ്പ്, പച്ച, നീല എന്നൊക്കെ, കറുപ്പ്, കാപ്പി കളർ, എല്ലാ കളറിലും ഓരോ സൈസ് വെള്ളം അല്ലേ? അതങ്ങനെ. പിന്നെ എല്ലാത്തരം ചെലവും ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചുരുക്കാനൊക്കെ കഴിയും. പക്ഷേ 4 ആൾക്കാർ പറയണ്ടേ? പിന്നെ ഓൻ്റെ കൂടെ ഉള്ള കല്യാണല്ലേ, നിങ്ങൾ കാണേണ്ട കാഴ്ചയല്ലേ അത്?
10,000 ആൾക്കാരല്ലേ ആ കല്യാണത്തിന് വന്ന്. ഇതൊന്ന് കേൾക്കാനാണത്, ഈ ഒരു വാക്ക് കേൾക്കാനാണ്. ഇത് ആരെങ്കിലും ഒരാളിൽ നിന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ്, നമ്മൾ നടത്തിയിട്ട് ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ, സമാധാനായി. അല്ലാഹു തആല സ്വീകരിച്ചോ ഇല്ല എന്നുള്ളതല്ല, നാട്ടിൽ ഒരാളെങ്കിലും പറഞ്ഞല്ലോ അവന്റെ കല്യാണം 8,000 ആൾക്കാർ, 9,000 ആൾക്കാർ, 10,000 ആൾക്കാർ, എത്ര ആളാ കൂടിയത്? കേട്ടോളൂ സഹോദരിമാരെ, വലിയ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായിട്ടും അത് വേണ്ട, പവർ വേണ്ട, അത്തരത്തിലുള്ളൊരു സ്റ്റൈല് വേണ്ടാന്ന് ജീവിതത്തിൽ ചിന്തിച്ചു പോയ മഹാന്മാരും മഹതിമാരും ഉണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു നീണ്ട വർഷക്കാലം ജീവിച്ച മഹാനാണെന്നല്ലേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിന് നാട് വിട്ടിട്ട് ദീർഘദൂരം സഞ്ചരിച്ച് വിവിധ വഴികളിൽ താമസിച്ചിട്ട് മദീനയിലെത്തിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. തങ്ങൾ എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് എന്നറിയോ? സൽമാനു മിന്നാ, സൽമാൻ റളിയല്ലാഹു അൻഹു നമ്മിൽപ്പെട്ട ആളാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ചില മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചു. അഹ്ലു ബൈത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു കുടുംബത്താവഴി നോക്കുമ്പോ പെട്ടിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്ക് അടിസ്ഥാനപ്പെടുത്തി മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകത സൽമാൻ റളിയല്ലാഹു അൻഹു വേറിട്ട രീതിയിലുണ്ട്. ആ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കിന്ദ കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരിയെ കല്യാണം കഴിച്ചു. ആ സഹോദരിയുടെ പേര് സ്വവാബ് എന്നാണ്. സ്വവാബ് എന്ന് പേരുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്, വൈകുന്നേര സമയം ആ വീട്ടിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പോകുന്നു. ആ വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോൾ ആ പെണ്ണിനെ പേരെടുത്ത് വിളിച്ചു. പക്ഷേ ആ പെണ്ണ് പുറത്തു വന്ന് ഉത്തരം ചെയ്തില്ല. പിന്നെ ചോദിക്കുന്നു, എന്താ നീ ഉത്തരം ചെയ്യാത്ത? എന്റെ വിളി നീ കേൾക്കുന്നില്ലേ? അതോ നിനക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഇല്ല, ഞാനൊരു പുതുനാരിയല്ലേ, പുതുമണവാട്ടിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കണ്ട എന്ന നിലക്ക് ഞാനൊന്ന് മൗനം പാലിച്ചതാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, അലങ്കരിച്ചിരിക്കുന്നത് പട്ടിന്റെ വിരികളാണ്. ശരിക്ക് കേട്ടോളൂ, പട്ടിന്റെ വിരികളാണ് അലങ്കരിച്ചിരിക്കുന്നത്. അലങ്കാരത്തിന് വേണ്ടി തൂക്കിയിരിക്കുന്നത് സാധാരണ ഡെക്കറേഷൻ അല്ല, പട്ടിന്റെ വിരികളാണ്. വിരിച്ചിരിക്കുന്നതും പട്ടിന്റെ വസ്ത്രങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, വിലപിടിപ്പുള്ള വിരിപ്പാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ചോദിക്കുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അതല്ല, ഈ വീടിനെ പട്ടുകൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചത്, ഈ റൂമിനെ പട്ടുവിരി കൊണ്ടും പട്ടു വസ്ത്രം കൊണ്ടും ഇങ്ങനെ പൊതഞ്ഞത് ഇത് കഅബയുമാണോ? ഇത് കഅബത്തുൽ മുശറഫയാണോ? കഅബയല്ലേ? കഅബയുടെ കില്ല കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? അത് പട്ടിന്റെയും സ്വർണത്തിന്റെയും നൂല് കൊണ്ടല്ലേ അലങ്കരിച്ചിരിക്കുന്നത്. ഈ റൂം എന്താണോ? ഈ വീട് കഅബയാണോ? എന്തിനാണ് ഇങ്ങനെ അലങ്കാരം? കഅബ ഇങ്ങോട്ടെങ്ങാനും മാറ്റിയിട്ടുണ്ടോ എന്ന് കിന്ദ കുടുംബത്തിൽപ്പെട്ട നല്ല ഉന്നത തറവാട്ടിലും നല്ല സമ്പത്തുമുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പെണ്ണിന്റെ വീട്ടിലേക്ക് ആദ്യ ദിനം വന്നപ്പോൾ കണ്ട അലങ്കാരങ്ങൾ ഓരോന്നും നോക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഉടനെ പെണ്ണ് പറഞ്ഞു, യാ സ്വാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മിത്രമായ സ്വഹാബിയല്ലേ, കൂട്ടുകാരനായ സ്വഹാബിയല്ലേ സൽമാനുൽ ഫാരിസി തങ്ങള്. പുതിയ പെണ്ണാകുമ്പോ പുതുമാരൻ വരുമ്പോ ഒന്ന് ഒരുക്കി തയ്യാറാക്കിയതാണ്. മുന്നിലേക്ക് അങ്ങ് നടന്നു പോകുമ്പോ വെള്ളപ്പാത്രം പിടിച്ചുകൊണ്ട് കുറെ ആളുകൾ, പാനപാത്രം പിടിച്ചുകൊണ്ട് കുറെ ആളുകൾ, ഭക്ഷണപാത്രങ്ങൾ പിടിച്ചുകൊണ്ട് കുറെ ഖാദിമീങ്ങൾ, ഓരോരുത്തർ ഇങ്ങനെ വരി വരിയായി ഓരോ ലെവലിൽ നിൽക്കുമ്പോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇതെന്താ, വല്ല രാജാവിനെ സ്വീകരിക്കാനും വേണ്ടി വരി വരിയായി നിൽക്കുകയാണോ? അങ്ങനല്ലേ? എന്തെല്ലാം സൗകര്യങ്ങളാണ്. ഞാൻ പെണ്ണി പറയുന്നില്ല, പറയാൻ മാത്രമല്ല, വേറല്ല. അതുകൊണ്ടാണ് എന്താണ് ആൾക്കാർക്ക് വേണ്ടത്? ആളുകൾക്ക് ഇങ്ങോട്ട് റാഹത്താകാന്
അവനാന്റെ പുരയിലും പറമ്പിലും മുറ്റൊക്കെ സ്ഥലം ഉണ്ടായിട്ടും പോരാ, നാട്ടുകാര് 4 ആള് പറയുന്ന കോലത്തില് ഏതെങ്കിലൊക്കെ ഒരു പെണ്ണിന്റെ കുടുംബക്കാരന്റെ വാക്കും കേട്ടിട്ട് ഒരു 10-20 ലക്ഷം ചെലവാക്കണം. ഒരു സാധുവിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പിരിവ് വെച്ചാൽ എടുക്കാത്തൊരു 10ന്റെ നോട്ടാവും തരിക. ഇവിടെ ഇപ്പൊ എത്ര ചെലവാക്കിയത്? 10-15 ലക്ഷം. ചിലർക്ക് നിശ്ചയത്തിന് ചെലവാക്കണം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ. എന്താ ഇത് സംഗതി? നമ്മളെ നാട്ടിൽ നിന്ന് മുമ്പ് അങ്ങനെ കേട്ടുകളിവില്ലുണ്ടോ? ഇല്ല. നമ്മളെ നാട്ടിൽ കാരണന്മാരെ 4 ആൾക്കാർ പോയി അപ്പുറത്തും ഇപ്പുറത്തും 4 ആൾക്കാർ കൂടിയിട്ട് എന്തെങ്കിലും ചെറിയ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഫാത്തിയോതി ഉറപ്പിച്ച് അങ്ങനെ വർക്കത്തിന് വിരയിലാണ്. എന്താ ഇപ്പൊ ഇന്നത്തെ ഹാല്? ഇന്നിപ്പോ ഇത് പറയാനൊന്നും പറ്റൂല എന്നായിട്ടില്ലേ? ഞാൻ പറയുവാണെങ്കിൽ സ്വീകരിച്ചോട്ടെ, ഞാനും പറഞ്ഞില്ല എന്ന് പറയണ്ടല്ലോ. പിടുത്തം വിട്ടുപോയാല് പിന്നെ അതിന്റെ പുറമെ പിന്നെ വേറെന്താണ്, ഒരു മിഠായി സൽക്കാരം, പിന്നെ ഒരു കേക്ക് മുറി സൽക്കാരം. ഒരു കേക്ക് ഇങ്ങനെ വെച്ചെടുക്കുക. ഇവിടെ കബിലത്തൊന്നും പറഞ്ഞിട്ടില്ല, പച്ച ഹറാമാണ്. ഇവനും എന്റെ ഫ്രണ്ട്സും ഇങ്ങനെ വന്നിട്ട് ഒരു കേക്ക് മുറിച്ച് വന്നാങ്ങണ്ട്, അവിടെ നിന്നും കണ്ട് തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? ഭാര്യ ആയിട്ടുണ്ടോ? ഇല്ല. കബിലത്തൊന്നും പറഞ്ഞിട്ടില്ല, സബ്ബച്ചൊന്നും മറ്റേ ഭാഗത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഭാര്യയായിട്ട്? എന്നിട്ട് പിന്നെ അതിന് ആ ഹറാമിന് വേറൊരു സൽക്കാരം, വേറെ ഭക്ഷണം. എന്തൊക്കെയാണ് സഹോദരങ്ങളെ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജഹാലത്ത് പിന്നെ പിന്നെ ഇങ്ങനെ കയറി വന്നാൽ ഇത് ജാഹിലിയത്തിലേക്ക് തന്നെ പോകുന്ന തോന്നുന്നു. നല്ല ഒരു പണക്കാരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച ആ വീട്ടിലേക്കാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നത്. പ്രഗത്ഭനായ സ്വഹാബിയാണ്, സാധാരണ ആളല്ല, ചെറിയ മഹത്തുള്ള ആളല്ല, വലിയ മഹാനാണ്. ആ പെണ്ണിനോട് ചോദിക്കാണ്, കഅബ അങ്ങോട്ട് മാറ്റിയോ? നിന്റെ വീടൊന്നായിട്ട് പട്ടുകൊണ്ട് അലങ്കരിച്ച്, റൂം കൊണ്ട് അങ്ങനെ അലങ്കരിച്ച് കഅബ അങ്ങോട്ട് മാറ്റിയോ? ഹിന്ദാ കുടുംബത്തിലേക്ക് മാറ്റിയോ കഅബ? എന്താ ഇവിടേക്ക് കയറി വരുന്ന ആള് രാജാവാണോ? ഒരാളിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി വെള്ളപ്പാത്രം, മറ്റൊരാളതാ ഭക്ഷണപാത്രം, വേറൊരാളതാ റൂമിലേക്ക് കടക്കാൻ വഴി കാണിച്ചു കൊടുക്കാതെ രാജാവിനാണോ സ്വീകരിക്കുന്നത്? സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോ ഈ സമൃദ്ധമായ രീതിയിലുള്ള റൂമും അലങ്കാരവും കണ്ടപ്പോ ഇതേ സുഖങ്ങൾ അനുഭവിച്ച് ദുനിയാവിൽ ഒരാൾ ജീവിച്ചാൽ അത് കല്യാണത്തിന്റെ പേരിലാകട്ടെ, പുതുമാരനെ ബഹുമാനിക്കുന്നതിന്റെ പേരിലാകട്ടെ, ലം യരിഹ് റായിഹത്തൽ ജന്ന, ഇങ്ങനെ പട്ടിന്റെ വിരിപ്പിൽ ഉറങ്ങി പട്ടുമെത്തയിൽ തന്നെ പട്ടിന്റെ ജോഡി പുതച്ച രീതിയിലുള്ള ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് പട്ടു പൊതിഞ്ഞ വീട്ടിൽ സന്തോഷത്തോടുകൂടെ നോക്കിയും കണ്ടും സുഖിച്ച് ജീവിച്ചാൽ സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട് പെണ്ണേ. പുതുമണവാട്ടിക്ക് ഹദീസ് അങ്ങ് ഓതിക്കൊടുക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, പെങ്ങന്മാരോട് പറയട്ടെ, ഒരു കാനവും ചമയവും ചൊങ്കും ചൊറുക്കും മതിയാകാത്തത് നിങ്ങൾക്കാണോ? കേട്ടോളൂ ഈ പെണ്ണിന്റെ മറുപടി എന്താണെന്ന്. ഉടനെ തന്നെ സ്വബാബ് എന്ന് പേരുള്ള സഹോദരി പറയുന്നത്, യാ സ്വാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വാഹിബായി ജീവിച്ച സൽമാൻ തങ്ങളെ, ഉഷ്ഹിദുക അന്ന കുല്ലമാ ഫിൽ ബൈതി സദഖത്തുൽ ലിവജ്ഹില്ലാ, വീട്ടിലുള്ള ഈ അലങ്കാരങ്ങൾ മുഴുവനും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സംഭാവന ചെയ്തു പോയി. ഇവിടെ നിൽക്കുന്ന അടിമകളില്ലേ, അവരെ മുഴുവനും ഞാൻ മോചിപ്പിച്ചു പോയി. വകുല്ലു മംലൂകിൻ ഹുർറുൽ ലിവജ്ഹില്ലാ, ഒരൊറ്റ അടിമയും ഇവിടെ സേവനത്തിന് വേണ്ട. സൽമാനുൽ ഫാരിസി തങ്ങളെ ചമഞ്ചൊരുക്കുന്നതിന് വേണ്ടി, ഇന്ന് മഹാനവറുകൾക്ക് വേണ്ടി എന്നെ അലങ്കരിക്കുന്നതിന് വേണ്ടി ഒരടിമയും ഒരു സർവന്റും വേണ്ട. എല്ലാവരും പൊയ്ക്കോളൂ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി മോചനം നൽകിപ്പോയി. എന്നിട്ട് പറയുന്നു, വഖ്ഫിനീ ബിർറൻ, അതേ എനിക്ക് നിങ്ങൾ ഗുണം മതിയാക്കണം. അക്ഫിക ഇസ്തിഗാലൽ ബൈത്ത്,
ബൈതി വമുഹാവലത്തൽ ഐശ്. വീട്ടിന്റെ എല്ലാ തൊഴിലും ഞാൻ ഏറ്റെടുത്തു. ഇവിടെ തൊഴിലെടുക്കാൻ അടിമകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ സുഖം അനുഭവിച്ചാൽ ആഖിറത്തിലെ സുഖം പോകുമെന്ന് ഹദീസ് പറഞ്ഞപ്പോ എനിക്കിവിടെ വേലക്കാരി വേണ്ട, പരിപാലകര് വേണ്ട, പരിചാരകന്മാര് വേണ്ട, കാവൽക്കാര് വേണ്ട. എന്റെ സ്വന്തം ശരീരം കൊണ്ട് ഞാൻ പണിയെടുക്കും. എന്റെ കഴിവിന്റെ പരമാവധി നന്മകൾ ഞാൻ ചെയ്യും. നിങ്ങൾ എന്നെ വേണ്ടതുപോലെ എന്നോട് സഹകരിച്ചാൽ മതി, സഹായിച്ചാൽ മതി. മുഴുവനും ആ സെക്കൻഡിൽ തന്നെ അള്ളാന്റെ വജഹിന് വേണ്ടി ഒഴിവാക്കിയപ്പോൾ സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, പെണ്ണേ റഹിമക്കല്ല റഹിമക്കല്ല യർഹമുകില്ലാ വആനകില്ലാ. അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കല്യാണത്തിന്റെ അന്നത്തെ ദിവസം സൗകര്യവും സംവിധാനങ്ങളും അലങ്കാരവും ഒരുക്കിയ വീട്ടിൽ വന്നിട്ട് ഒരൊറ്റ ഹദീസ് ഓതിക്കൊടുക്കുമ്പോഴേക്ക് മണവാട്ടിയുടെ മനസ്സും തീരുമാനങ്ങളും മാറിയെങ്കിൽ തഖ്വയുള്ള ഉമ്മമാരെ, ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞ അടയാളം മറക്കരുത്. ഖില്ലത്തുൽ ഫഖ്രി വൽ ഖുയലാ. നിങ്ങൾ വീടെടുക്കുമ്പോഴും, നിങ്ങൾ കല്യാണം നടത്തുമ്പോഴും, നിങ്ങൾ സൽക്കാരം നടത്തുമ്പോഴും പാകത്തിനുള്ള അലങ്കാരം മതി. പവറിനും സ്റ്റൈലിനും ഉള്ളത് വേണ്ട. സൗകര്യങ്ങളൊക്കെ വേണം. വരുന്ന ആളുകൾക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ പന്തല് വേണ്ടേ? പന്തല് വേണം. ഇരിക്കാൻ കസേര വേണ്ടേ? കസേര വേണം. നല്ലൊരു സുഭിക്ഷമായ റാഹത്തുള്ള ഒരു ഭക്ഷണം വേണ്ടേ? ഭക്ഷണം വേണം. അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് വേണ്ടേ? കണ്ണ് കാണാൻ ഒരു ഭംഗിക്കും അത്യാവശ്യത്തിന് ഉണ്ടായിക്കോട്ടെ, തകരാറൊന്നുമില്ല. നമ്മളെ പഴയ കാലത്തൊക്കെ നാട്ടിൽ നടക്കുന്ന സംവിധാനങ്ങളെ പോലെ ഇന്നതല്ല നടക്കുന്നത്, ഇന്നതല്ല സംവിധാനിക്കുന്നത്. വളരെ ഖേദമുണ്ട് സഹോദരങ്ങളെ ആ വിഷയം. ദൂർത്താ നടക്കുന്നത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തന്മാര് പിശാചിന്റെ കൂട്ടാളികളാണ്. കല്യാണത്തിന്റെ തലേന്നൊക്കെ, പഴയ കാലത്ത് കല്യാണത്തിന്റെ തലേന്നൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടുകാരും പുതുമാരും കാര്യങ്ങളൊക്കെ ഉറങ്ങാം. അതിലൊക്കെ ഉറങ്ങി രാവിലെ എണീക്കും, നേരത്തെ എണീക്കും, സുബഹി നിസ്കരിക്കും. ഇന്ന് കല്യാണത്തിന്റെ തലേന്ന് അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി സുബഹി ആകാൻ നേരത്തൊന്ന് ചാഞ്ഞ്, പിന്നെ നാട്ടിലും വീട്ടിലും വീടെത്തുന്നതിലൊക്കെ ഉണ്ടാവും വേറെ കുറെ ജീവികൾ. അവരെണീക്കും പോലെ കുറെ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. അടുത്ത തീറ്റിക്ക് സമയമാകുമ്പോൾ എണീക്കുക. അങ്ങനെ കുറെ ഫ്രണ്ട്സുകളെയും അങ്ങനെ കുറെ കൂട്ടുകാരികളെയും കിട്ടിയിട്ട് ജീവിതത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ അങ്ങനെ കിടന്നുറങ്ങി സുബഹി നിസ്കാരം മറ്റും കളാക്കിയിട്ട് എന്ത് പൊതുജീവിത കിട്ടുക, എന്ത് സന്തോഷ കിട്ടുക, എന്ത് ബറക്കത്ത, എന്ത് റാഹത്ത കിട്ടുക. ഞാനിത് പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് ഗൗരവം തോന്നിപ്പോകാം. ഇയാൾ കുറച്ച് കൂട്ടിപ്പറയാണ്. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയല്ലേ അവസ്ഥ? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ഫഖ്റ് വേണ്ട, അഹങ്കാരം വേണ്ട, സ്റ്റൈല് വേണ്ട, നാട്ടുകാര് നാലാൾ പറയാൻ വേണ്ടി ആ സംവിധാനം വേണ്ട. പാകത്തിനുള്ള കുടുംബക്കാരെയും സ്നേഹിതരെയും അയൽവാസികളെയും വിളിച്ചിട്ട് റാഹത്തുള്ളൊരു ഭക്ഷണം കൊടുത്തിട്ട് ബറക്കത്തുള്ളൊരു സംഗതിയാക്കി മാറ്റുക. അതാണ് വേണ്ടത്. 9 ഭാര്യമാർക്കും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലീമത്ത് നൽകിയിട്ടുണ്ട്. അത് സുന്നത്തായ ഒരു അമലാണ്. വലീമത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല, ചെറിയ വലീമത്തും ഞങ്ങൾ നൽകിയിട്ടുണ്ട്, പാകത്തിന് നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയണത്. നമ്മളെ നാട്ടിലാണെങ്കിൽ അത് സബൂൽ മൂവിക്കാത്തിൽ എത്രാമത്താണ്? 8ാമത്തോ 10ാമത്തോ? കല്യാണം പറയാത്ത വിഷയം. വലിയ പള്ളി, മദീന പള്ളിന്റെ അടുത്ത് തന്നെ മഹാനവറുകളുടെ വീട്. ഒരു സദസ്സിൽ നിന്ന് വസ്ത്രത്തിൽ ഇങ്ങനെ ഒരു മഞ്ഞ കണ്ടപ്പോ, പഴയകാലത്ത് അത്രയൊക്കെ തേച്ചാൽ കുറെ ദിവസം ഉണ്ടാവുമല്ലോ മഞ്ഞ, മഞ്ഞ അങ്ങനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല എന്താ ഒരു നിറം മാറ്റം, എന്താ ഒരു മഞ്ഞ കളർ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കൂടുതൽ ആള് പറഞ്ഞു, നബിയെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത പ്രതികരണം എന്താണ്ടാണ്, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. അതല്ല, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദ്വാരന്ന് കൊടുക്കുകയാണ്, ബാറക്കല്ലാഹു ലക വലി അഹ്ലിക്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. തങ്ങളെ ചോദ്യം, വല്ല സദ്യയും കൊടുത്തിരുന്നോ? ആരോടായി ചോദിക്കുന്ന അറിയോ? വലിയ സമ്പത്തുള്ള സ്വഹാബിയോട്. സമ്പന്നനാണ്, 2000, 3000, 4000, 5000, 10,000 ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ കഴിയും. പക്ഷെ തങ്ങൾ എത്ര കൊടുക്കാൻ പറഞ്ഞത്?
ഔലിം വലോ ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒരു സദ്യ. ഒരാടിനെ അറുത്ത് എത്ര ആൾ കഴിക്കും? കുറച്ചാളല്ലേ കഴിക്കുള്ളൂ. അത്ര മതി നടത്തും. നമുക്ക് പോരല്ലേ? നമ്മൾ മാറ്റിയതല്ലേ? ഓക്കെ, ഹഖീഖ ഏതാ അറക്കൽ അഫ്ളല്? ആടല്ലേ? വേവിച്ചു കൊടുക്കലല്ലേ അഫ്ളല്? നമുക്ക് പോരാ. നമുക്ക് ഹഖീഖന്റെ അന്ന് നാട്ടിലൊക്കെ അറിഞ്ഞു. എന്താണ് അവിടെ? അവിടെ മുടിയൽച്ചിലാണ് 3.5 കിൻഡലിലെ പോത്തിനെ അവിടെ കൊടുക്കണം. 4 പറയണം 4 മഹല്ലത്തേക്ക് ഇറച്ചി കൊടുക്കണം. പച്ചറച്ചി കൊടുക്കലല്ല പുണ്യം, വേവിച്ചറച്ചിയാ കൊടുക്കണ്ടേ. അഫ്ളല് ആടുവാണ്. ഇതിനാണ് അത് മാറ്റിയത്. ഇറച്ചിട്ടാൻ തന്നെ അല്ലേ എല്ലാവർക്കും കൊടുക്കാൻ തന്നെ 4 ആൾ പറയാനും. ആ അഫ്ളൽ എന്നാ പോലെ. എന്നിട്ട് അടുത്ത ആള് ഹഖീഖ അറക്കാൻ മടിക്കാണ്. ജ്യേഷ്ഠനെ അറുത്തു, ഈ വലിയ പോത്തിനെ കൊണ്ടുവന്നിട്ട് അതിന് തന്നെ ആയിട്ടുണ്ട് 2.25 ലക്ഷം. ഇനി അതിന്റെ താഴെയുള്ള ആൾക്കും ഹഖീഖ അറക്കണം, പക്ഷെ അയാൾ മടിക്കാണ്. ഹഖീഖ അതിപ്പോ എന്നെ കൊണ്ട് താങ്ങൂല. എന്തേ കാരണം? മൂപ്പരെ കൊടുത്ത പോലെ കുറച്ചേലും കൊടുക്കണ്ടേ? അതിന് ഇല്ല, പിന്നെ കടം വാങ്ങേണ്ടി വരും. അപ്പൊ അടങ്ങറ്, പിന്നെ ആ കടം വിട്ടാൽ വേറെ അടങ്ങറാണ്ട്. അതിനാർക്കും ഇടങ്ങാറില്ലല്ലോ. ഒരാടിനെ വാങ്ങി കുടുംബക്കാരെ വിളിച്ച് വേവിച്ച് നല്ലൊരു ഭക്ഷണം കൊടുത്താൽ അതുപോലെ. എന്തിനാ ഇത് മാറിയത്? അങ്ങനെ നമ്മളൊക്കെ ചെയ്യും. അങ്ങനെയാണല്ലോ അഫ്ളൽ പഠിപ്പിച്ചത്. ചില ആൾക്കാർ പറയാം അത് പോത്തിനെ തന്നെ കൊണ്ടുവരണം. എന്നിട്ട് അവർ കഴിയാതാകുമ്പോൾ നിർത്തിവെക്കും. പിന്നെ ആ ബാധ്യത കഴിയൂല, അങ്ങനെ നിർത്തിവെച്ച് പിന്നെ അത് ലാസ്റ്റ് കുട്ടികളെ പെരടിക്ക് വരും. പ്രായപൂർത്തി വരെയാണല്ലോ വാപ്പാക്ക് ചുമതല. അപ്പൊ മകന് പ്രായപൂർത്തി രക്ഷപ്പെട്ടു, ഹഖീഖന്റെ ചുമതല അവന്റെ പെരടിക്ക് എത്തി. വാപ്പാന്റെ പെരടി നീങ്ങി, വാപ്പാക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. ഇത്ര വലിപ്പമുള്ളതുകൊണ്ട് പാകത്തിന് മതി. അതൊക്കെ ഫഖറിനും ഖുയലാവിനും വേണ്ടി അകത്ത് തുറക്കണം. പാകത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരു വിഷയത്തിലല്ല, പല വിഷയത്തിലുണ്ട് അങ്ങനെ. ഞാനത് എണ്ണി പറയുന്നില്ല. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, ബദലുൽ മഅറൂഫ്, നന്മ ചെലവഴിക്കുക, ആർക്കും നല്ലത് ചെലവഴിക്കുക. ഖില്ലത്തുൽ മുബാഹാത്തി ലിന്നാസ്, പവർ പറയരുത്, ചുരുക്കുക. ആളുകളോടൊന്നും നമ്മളെ പവർ, നമ്മളെ പത്രാസും പൊങ്ങച്ചു പറയേണ്ടത് ചുരുക്കുക. ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവം, നല്ല സ്വഭാവം സ്വീകരിക്കുക. മുത്തഖീങ്ങൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവും. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ 3 എണ്ണാണ് അതിൽ ഏറ്റവും കാതലായത്. ഖുർആൻ പഠിപ്പിച്ചു. എന്താ 3 എണ്ണം? ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കണം. നല്ല സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്താ? വിട്ടുവീഴ്ച സ്വീകരിക്കുക. സാരല്ല, സംഭവിച്ചു പോയതല്ലേ, അതിൽ വാശിയും വെക്കാണൊന്നും വേണ്ട. അതിന്റെ പേരിൽ ഇനി കുറെ കാലം അടങ്ങാറാണ്. പോട്ടെ, അത് അല്ലാഹ് മാപ്പായി കൊടുക്കട്ടെ. വിട്ടുവീഴ്ച ചെയ്യാം, അതാണ് അതിലൊന്ന്. മറ്റൊന്ന് വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. മൂന്നാമത്തത് ആരിളനിൽ ജാഹിലീൻ, ആൾക്കാർ പലതും പറയും, അത് മൈൻഡ് ചെയ്യണം. അറിവില്ലാത്തവർ പലതും പറയും. നല്ലത് ചെയ്താലും പറയും, അല്ലാത്ത കണ്ടാലും അല്ലെങ്കിൽ നല്ലതിനെ വളച്ചൊടിച്ചൊക്കെ പറയും. നീ ഇത് മൈൻഡ് ആക്കണ്ട. അറിവില്ലാത്തവര് നിന്നെപ്പറ്റി പലതും പറഞ്ഞേക്കും, വിട്ടുവീഴ്ച ചെയ്തേക്കണം. ഉലമാവും ഔലിയാവും ഒക്കെ അങ്ങനെയല്ലേ സഹോദരങ്ങളെ നമുക്ക് മാർഗം കാണിച്ചു തന്നത്. ലോകത്തെ ഏറ്റവും വലിയ വലിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. താങ്ങാൻ കഴിയാത്ത വിഷയം സ്വന്തം കുടുംബക്കാരിൽ ഉണ്ടായിട്ടും സ്വീകരിച്ചത് വിട്ടുവീഴ്ചയുടെ ശൈലിയാണ്. ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നമ്മളത് പർവ്വതീകരിക്കരുത്. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കണം. മുത്തഖീങ്ങളെ വലിയ ലക്ഷണമാണത്. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. എല്ലാ ലെവലിലും സ്വീകരിക്കേണ്ട ഒരു നിലപാടാണത്. സുബ്ഹാനല്ലാഹ്, സാമ്പത്തികമായും വാക്ക് സംബന്ധിയായും പലപ്പോഴും പ്രശ്നങ്ങൾ വരും. വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മസ്ലഹത്തോടെ ജീവിക്കാൻ കഴിയണം. മാനസികമായി വിഷമിക്കുന്ന വിഷമങ്ങൾ വന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ഏറ്റവും നല്ല സ്വഭാവമല്ലേ വിട്ടുവീഴ്ച. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോ നമുക്കുള്ള വൈകല്യങ്ങളൊക്കെ ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്തു തരുന്ന യജമാനനായ റബ്ബ് വിട്ടുവീഴ്ച ചെയ്തു തരുന്നു. അല്ലാഹു തആല മാപ്പാക്കി തരും, പൊരുത്തപ്പെട്ടു തരും. അങ്ങനെയല്ലേ അല്ലാഹു പറഞ്ഞത്, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവല്ലകും ഫഹദറൂഹും. നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ മക്കളിൽ എതിരാളികൾ വന്നേക്കും, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. വഇൻ തഅഫൂ വതസ്ഫഹൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം,
അള്ളാഹു മാപ്പ് ചെയ്യുന്നവനാണ്, അള്ളാഹു കാരുണ്യം ചെയ്യുന്നവനാണ്. നിങ്ങൾ മാപ്പ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് തരും, നിങ്ങൾ കരുണ കാണിക്കുമ്പോ നിങ്ങൾക്ക് അള്ളാഹു കാരുണ്യം ചെയ്യും. എന്ത് വിഷയം ഉണ്ടെങ്കിലും അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹുസ്നുൽ ഖുലുഖ് മുത്തഖീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായ സ്വഭാവം. അള്ളാഹു നമുക്ക് ചൊരിഞ്ഞെരുമാറാകട്ടെ. അതിനുള്ള ഇൽമും തഖ്വയും വറവും അള്ളാഹു ഏറ്റി തെരുമാറാകട്ടെ. സഅത്തുൽ ഖൽഖ് മിമ്മാ യുഖർറിബു ഇലല്ലാഹി അസ്സ വജൽ. ലാസ്റ്റ് അടയാളം മഹാനവർകൾ എണ്ണിപ്പറഞ്ഞു. അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ നല്ല നല്ല മാർഗങ്ങളെ കൊണ്ട് മനുഷ്യന്മാർക്ക് വിശാലത ചെയ്യുക, കുടുംബത്തിന് വിശാലത ചെയ്യുക. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ജാതി മതവും നോക്കണ്ട, മനുഷ്യനല്ലേ, അവർക്കൊക്കെ കഴിയുന്ന സഹായങ്ങൾ കൊടുക്കുക, വിശാലത ചെയ്യുക. കുടുംബ വിശാലത, ജീവിതത്തിന്റെ വിശാലത എല്ലാവർക്കും നൽകുക, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി. അത് മുത്തഖീങ്ങൾ അടയാളമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപാട് നടത്തിയിരുന്ന കൂട്ടത്തില് യഹൂദികളും ഇല്ലേ സഹോദരന്മാരെ? ഉണ്ട്. ജൂതന്മാരും ഇല്ലേ? ഉണ്ട്. ഖൈബർ മൊത്തം വിശുദ്ധ ദീനിന്റെ കീഴിൽ വന്നു. ഖൈബർ എന്ന് പറയുന്ന നാട് മൊത്തം വിശുദ്ധ ദീനിന്റെ കീഴിൽ വന്നാൽ ശരിയായ നിയമം ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളൊക്കെ മാറി താമസിക്കണം എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിട്ടുവീഴ്ച നോക്ക് നിങ്ങൾ. ആരാണെന്ന്? ഖൈബറിലുള്ളത് യഹൂദികളാണ്, ജൂതന്മാർ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അക്രമം വിതരണം ചെയ്യുന്ന ആളുകളല്ലേ? എത്രായിരം കുട്ടികളെയാണ് അവർ കൊന്നുകളഞ്ഞത്, എത്രായിരം സഹോദരിമാരെയാണ് അവർ വിധവകളാക്കിയത്, എത്രായിരം ആളുകളെയാണ് കുറുജീവനാക്കി വെച്ചിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നാട്ടുകാർക്ക് വലിയ സലാമത്ത് നൽകുമാറാകട്ടെ. ശത്രുക്കളെ ശക്തി അല്ലാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. അന്ന് യഹൂദികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന നിലപാടല്ല. നിങ്ങൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞോളൂ, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ നിന്നോളൂ, ഇവിടെയുള്ള തോട്ടങ്ങളിൽ നിങ്ങൾ ജോലിയെടുത്തോളൂ. ആ തോട്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി നിങ്ങൾക്ക് പങ്കായിട്ട് നൽകും. പകുതി ഭാഗം നിങ്ങൾ യജമാനന്മാർക്ക് കൊടുക്കണം. സ്വഹാബിമാരെ തോട്ടങ്ങളാണ് ഖൈബറിൽ അധികവും ഉള്ളത്. അവരെ തോട്ടങ്ങളിൽ തൊഴിലെടുത്ത് ഈ നാട്ടിൽ തന്നെ നിങ്ങൾ താമസിച്ചോളൂ. യഹൂദികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവരോട് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അക്രമം ചെയ്യരുത്, അനീതി പ്രവർത്തിക്കരുത്, ഒരാളെയും നിങ്ങൾ ദുൽമ ചെയ്യരുത്, അക്രമത്തിലോ മറ്റോ ആയിട്ട് കൊന്നുകളയരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോ ഒരു കുടുംബത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരോടൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പോകാൻ പറഞ്ഞു. ആ സമയത്ത് അവര് പറഞ്ഞു, നിങ്ങളെക്കാളും വലിയ മഹത്വമുള്ള ആള് നമുക്കിവിടെ നിൽക്കാനും താമസിക്കാനും അനുവാദം തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ നമ്മളെ പുറത്താക്കുകയാണോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളോട് ഇവിടെ നിൽക്കാൻ അനുവാദം തന്ന ആള് തന്നെ കണ്ടീഷൻ വെച്ചിരുന്നില്ലേ? അക്രമം ചെയ്യരുത്, അനീതി പ്രവർത്തിക്കരുത്, കൊലപാതകങ്ങൾ നടത്തരുത് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ നിങ്ങളത് ചെവിക്കൊണ്ടില്ല. എത്ര സ്വഹാബിമാരെയാണ് കൊന്നുകളഞ്ഞത്? ചോദിക്കുമ്പോ അതിന് ആളില്ല. ചിലരൊക്കെ ആ തോട്ടത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നു, ചിലരേതോ മലഞ്ചെരുവിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നു. തോട്ടം കാണാൻ പോകുന്ന സ്വഹാബിമാരായ ആളുകളെ ഒറ്റക്കാണ് വരുന്നതെങ്കിൽ തക്കം നോക്കിയിട്ട് ചതിയിലൂടെ കൊന്നുകളയുകയാണ്. ഒരു കുടുംബത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരോട് മുഴുവനും അവിടുന്ന് സ്ഥലം കാലിയാക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. സത്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തന്നെ അവരോട് പോകാൻ പറഞ്ഞോ? ഇല്ല. വിശുദ്ധ ദീനിന്റെ കീഴില് ആ നാട് ഫത്ഹായി വന്നിട്ടും തങ്ങൾ സ്വീകരിച്ച ശൈലി അവർക്ക് കൂടി വിശാലമാകുന്ന ഒരു ശൈലിയാണ്. പക്ഷേ ചതിപ്രയോഗം നടത്തിയപ്പോ, അക്രമം നടത്തിയപ്പോ വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. നല്ല മയത്തോടെയും സ്വഭാവത്തോടെയുമാണ് മറ്റു മതസ്ഥരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിരുന്നത്. അനീതിയുടെ മുഖം ആർക്കും തന്നെ തങ്ങൾ സമ്മതിച്ചു കൊടുക്കാറില്ല. അക്രമം വന്നാൽ അത് ആരോടും സഹിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. അതിന് തിക്ത പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അക്രമികൾക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞു വന്നത് മുത്തഖീങ്ങളുടെ അടയാളങ്ങളാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് ആ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈകൊണ്ടുകൊണ്ട് ഒരു മുത്തഖിയായ നിലക്ക് ജീവിതം
ജീവിതം നയിക്കണം, അവസാനം മുത്തഖിയായ നിലക്ക് മരണപ്പെട്ടു പോകണം. മുത്തഖീങ്ങൾക്കല്ലേ എല്ലാ വിജയവും അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്. ഒന്നിലധികം തവണ അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. ആ നിലക്കുള്ള മുത്തഖിയായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.